പുത്തൻവാദികളെ കൂടെ ചേർന്നാൽ, ഔലിയാക്കളെ ചീത്ത പറയുന്നവരെ കൂടെ ചേർന്നാൽ, നമ്മുടെ മക്കൾ അവരോടൊപ്പം ബന്ധം സ്ഥാപിക്കുന്നത് കാണുമ്പോൾ നമുക്ക് നമ്മുടെ മക്കളോട് പറയാൻ കഴിയണം, അവരെ കൂടെ കൂടരുത്. ഇത് ബിസിനസ്സിലായാലും എന്തിലായാലും. കാരണം എന്താണ്? അവരെ കൂടെ കൂടിയാൽ ചിലപ്പോൾ അവരുടെ സ്വഭാവം നിന്നിൽ വന്നാലോ ഞാനത് പേടിക്കുന്നു. നീയും നാളെ ഔലിയാക്കളെ ചീത്ത പറയാൻ തുടങ്ങിയാൽ, അമ്പിയാക്കൾ എന്തിനേറെ പറയണം, ലോക നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും സാധാരണ മനുഷ്യനാണെന്ന് നീ നാളെ അവർ പറയുന്നത് കേട്ട് നീയും പറയാൻ തുടങ്ങിയാൽ അത് പേടിച്ചിട്ടാണ് അവരെ കൂടെ കൂടരുത്, അവരെ കൈവിടണം, അവഗണിക്കണം എന്ന് ഇസ്ലാം പറഞ്ഞത്. അതിന് ധാരാളം നിമിത്തങ്ങളുണ്ട്. അതിൽ ഒരു കാരണം ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ അല്ലാതെ ഒരുപാട് കാരണമുണ്ട്. എല്ലാം കൂടി ഒറ്റ വാതിൽ പറഞ്ഞ് തീർക്കാൻ കഴിയില്ലല്ലോ. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. എന്റെ വിഷയം അതുമല്ല ഞാൻ പറഞ്ഞു വന്നത്. അതുകൊണ്ടാണ് അവരെ കൂടെ ഇരിക്കരുത്, അവരെ സദസ്സിൽ ഇരിക്കരുത്, അവരോട് ഇങ്ങനെ ധാരാളം സംസാരിച്ച് അവരിലേക്ക് നീങ്ങരുത്. അതുകൊണ്ടാണല്ലോ വമൻ നഹാന സ്വാഹിബ ബിദ്അത്തിൻ ആമനഹുല്ലാഹു തആല യൗമൽ ഖിയാമത്തി മിനൽ ഫസഇൽ അക്ബർ. വലിയ ഒരു ഭയമുണ്ട്, ഒരു പേടിയുണ്ട്. അത് ഇവിടെയല്ല, പരലോകത്തുള്ള ഭയം. എന്റെ കാര്യം എന്തായി പോകുമെന്ന പേടി ഇവിടെ എങ്ങനെയും കഴിയും സുഹൃത്തുക്കളെ. മഹശരിൽ ആഖിറത്തിൽ എന്റെ കാര്യം എന്തായി പോകും എന്ന ഒരു ഭയം, അത് അൽ ഫസഉൽ അക്ബർ, അത് വലിയ പേടിയാണെന്ന് ഖുർആൻ പറഞ്ഞു. ആ വലിയ പേടിയിൽ നിന്ന് അല്ലാഹു തആല ചില ആളുകൾക്ക് അതാ സംരക്ഷണം നൽകുന്നു, സുരക്ഷിതത്വം നൽകുന്നു, അഭയം നൽകുന്നു. അവരാരാണെന്നറിയുമോ? പുത്തൻവാദികളുമായി ബന്ധം സ്ഥാപിക്കാത്ത ആളുകളാണ്, പുത്തൻവാദികളോട് ബന്ധം സ്ഥാപിക്കാത്ത ആളുകളാണ് എന്ന് മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാ സദസ്സും ഒരുപോലെയല്ല, എല്ലാ ഇരുത്തം ഒരുപോലെയല്ല. അങ്ങനെയല്ലേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, മുസ്ലിംകൾ എന്ന് പറഞ്ഞാൽ അന്ത്യനാളുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്. ഈ ലോകത്തിനൊരവസാനമുണ്ട്, നിലനിൽപ്പില്ല. ഇത് നിലനിൽക്കുന്ന ലോകമല്ല. ഈ ലോകത്തിനൊരന്ത്യമുണ്ട്, അവസാനമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും അങ്ങനെ വിശ്വസിക്കുന്നു ഇല്ല. ചില ആളുകൾ വിശ്വസിക്കുന്നു ഇവിടെ മരിച്ചാൽ എല്ലാം തീർന്നുപോയി, അന്ത്യനാൾ അങ്ങനെയൊന്നില്ല. അതാണ് അവരെ കുറിച്ചാണ് അല്ലാഹു പറഞ്ഞത്, ബൽ കദ്ദബൂ ബിസ്സാഅ. അങ്ങനെയൊരു അന്ത്യനാളുണ്ടെന്നതിനെ കുറിച്ച് അവർ അവിശ്വസിച്ചു. അത് നുണയാണെന്ന് പറഞ്ഞു, കള്ളമാണെന്ന് പറഞ്ഞു. എന്നാൽ വഅഅതനാ ലിമൻ കദ്ദബ ബിസ്സാഅതി സഈറാ. ആ അന്ത്യനാൾ ഇല്ലെന്ന് പറഞ്ഞ് നടന്നയാള്, അതിൽ അവിശ്വസിച്ചയാള്, അവർക്കതാ നാം നരകത്തെ സംവിധാനിച്ചിരിക്കുന്നു. നരകമുണ്ട് കേട്ടോ. ഇത് വെറുതെ പറയുകയല്ല, നുണ പറയുകയല്ല, കള്ളം പറയുകയല്ല. ഇത് പറയുന്നത് നൗഫൽ സഖാഫി അല്ലല്ലോ. ഖുർആനിൽ അല്ലാഹു പറഞ്ഞ ആയത്തല്ലേ, സൂറത്തുൽ ഫുർഖാനിലെ 11-ാം നമ്പർ ആയത്തല്ലേ അത്. വഅഅതനാ ലിമൻ കദ്ദബ ബിസ്സാഅതി സഈറാ. അന്ത്യനാളില്ലെന്ന് പറഞ്ഞ് നടന്ന ആളുകൾ, അവർക്കതാ നാം നരകത്തെ ഒരുക്കിയിരിക്കുന്നു. ആ നരകം മുന്നിലുണ്ടെന്ന് കാണുന്ന യവന് ദുനിയാവിൽ കൂടുതൽ സുഖിക്കാൻ കഴിയില്ല. നിങ്ങൾ ഈ ദുനിയാവിൽ കൂടുതൽ സുഖം കിട്ടണമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? എന്നാൽ ഈ ദുനിയാവിലെ ഏറ്റവും വലിയ നേതാവാരാണ്? റഹ്മത്തുൽ ആലമീൻ സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ദുനിയാവിൽ സുഖം കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ഒരു ബാപ്പാക്ക് പ്രയാസമുണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ മനസ്സ് വേദനിക്കുന്നത് മക്കളുടേതാണ്. അതിലും പെൺമക്കളെ മനസ്സ് വേദിനിക്കും.
കാരണം എന്താ? ഇതിന്റെ അർത്ഥം ആൺകുട്ടികൾക്ക് ബാപ്പാനോട് സ്നേഹമില്ല എന്നാ, പിരിച്ചില്ല എന്നൊന്നും അല്ല. ഇനിയിപ്പോ നിങ്ങൾ അതിന്റെ പേരിൽ എന്നോട് വിഷമൊന്നും തോന്നണ്ട, അടുത്ത വർഷം അതിന് വിളിക്കാതിരിക്കും വേണ്ട. അതേ സമയത്ത് ഈ പെണ്ണുങ്ങളെ മനസ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റാണ്, അത് വളരെ മൃദുവാണ്. ആണുങ്ങളത് അങ്ങനെയല്ല, അത് കുറച്ചൊക്കെ കട്ടി, ഒന്ന് സബറെടുക്കാനൊക്കെ പവറുണ്ട്. അവരിങ്ങനെ മനസ്സിലെല്ലാം ഒതുക്കി വെക്കും. അതുകൊണ്ട് പെണ്ണുങ്ങളെക്കാളും കൂടുതൽ ഹാർട്ടിന്റെ രോഗം വരുന്നത് ആണുങ്ങൾക്കാ. എന്താ കാരണം? പെണ്ണുങ്ങൾ അത് പുറത്ത് കാണിക്കും, ആണുങ്ങൾ അത് പുറത്ത് കാണിക്കൂല, മനസ്സിലെ വെക്കും. അപ്പൊ അവിടേക്ക് എഫക്ട് ആവും. അങ്ങനെയാണ് ആണുങ്ങൾക്ക് കൂടുതൽ ഹാർട്ടിന്റെ അസുഖമൊക്കെ വരുന്നത്. അള്ളാഹു തആല ഞങ്ങൾക്ക് ആർക്കും തരാതിരിക്കട്ടെ, ഉള്ളവർക്ക് അള്ളാഹു പരിപൂർണ ശിഫ നൽകട്ടെ, ഞങ്ങളെ പെണ്ണുങ്ങന്മാർക്കും അള്ളാഹു കൊടുക്കാതിരിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പക്ഷെ എന്നാലും പെൺകുട്ടികളാവുമ്പോ അവരെ മനസ്സിങ്ങനെ മൃദുവാണ്. എത്ര പറഞ്ഞാലും ഓർ അങ്ങനെയാണ്, മനസ്സിങ്ങനെ സോഫ്റ്റാണ്. അതുകൊണ്ട് ബാപ്പാക്ക് എന്തെങ്കിലും ഒരു ഇടങ്ങേറുണ്ടായാൽ വേഗം കരയും, ബാപ്പാനോട് വേഗം സങ്കടം പറയും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അങ്ങനെ ഒരു മോളുണ്ടായിരുന്നു. ആരാണ് ആ മകൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനെ ഒരു മോളുണ്ടായിരുന്നു, സയ്യിദത്തുനാ ബീവി ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു. ഇനി ഭർത്താവിനൊരു സങ്കടം ഉണ്ടായാൽ വേഗം വിഷമം തോന്നുന്നത് ആർക്കാ? ആർക്ക്? നിങ്ങളെന്താ മിണ്ടായിരിക്കണേ? പറയാനൊരു മടി ഉണ്ടാവും. നേരത്തെ പറഞ്ഞല്ലോ മോള് എന്ന് പറഞ്ഞിട്ട്, ഇപ്പൊ ഇത് പറയാൻ ഭയങ്കര മടി. എന്താ? ഭർത്താവിനൊരു വല്ലാത്ത സങ്കടം ഉണ്ടായാൽ വേഗം മനസ്സ് വേദനിക്കുന്നത് ആരതാണ്? ഭാര്യൻ്റെതാണ്. കാരണം എന്താ? ഭർത്താവിന്റെ സങ്കടം അത് ഭാര്യൻ്റെതും കൂടിയുള്ള സങ്കടമാണ്. അങ്ങനെയാണ്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രിയപ്പെട്ട ഭാര്യയായ സയ്യിദത്തുനാ ബീവി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു, ഭർത്താവാണ് എന്നാലും വിളിക്കുന്നത് എങ്ങനെയാണ്? യാ റസൂലല്ലാഹ്. ഓ എന്റെ ഭർത്താവേ എന്നല്ല, ബഹുമാനം കൽപ്പിച്ചു കൊടുക്കണം. ഭർത്താവ് സ്റ്റേജിൽ കയറിയാലും, ഭർത്താവ് എന്തിന്റെ പ്രസിഡന്റ് ആയാലും എന്തായാലും ചില ഭാര്യമാര് പറയും നിങ്ങൾ എന്റെ മാപ്പിള മേല്ലേ. അങ്ങനെ ഉണ്ടല്ലോ. നിങ്ങൾ എത്ര വലിയ ആളാണെങ്കിലും ആളുകളൊക്കെ നിങ്ങളെ കൈപിടിച്ച് ചുംബിക്കുന്നു. നിങ്ങൾ വരുമ്പോ ആളുകള് പിന്നെ വണ്ടിന്റെ ഡോർ തുറന്നു തരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റേജിൽ കയറുമ്പോ ആളുകളെല്ലാരും എണീറ്റ് നിൽക്കുന്നു, തക്ബീർ ചൊല്ലുന്നു, എല്ലാം ശരി തന്നെയാണ്. പക്ഷെ നക്ക് നിങ്ങൾ മാപ്പിള ഒക്കെ അല്ലേ? അങ്ങനെ ആകരുത് ഉമ്മ. ഭർത്താവിൻ്റെതായ ബഹുമാനമുണ്ട്, ആദരവുണ്ട്. ഭർത്താവ് ഒന്നും കൂടി ബഹുമാനിക്കപ്പെടേണ്ട ആളാണോ, ഇൽമുള്ള ആളാണോ, വലിയ ഇബാദത്തുള്ള ആളാണോ, അതനുസരിച്ച് ഒന്നും കൂടി ബഹുമാനം കൂടും. ലാട്ട്പോട്ട് ഭർത്താവിനെ പോലല്ല. ലാട്ട്പോട്ട് ഭർത്താവിന്റെ ബഹുമാനം ഭാര്യമാർ പകച്ചു കൊടുക്കണം. പക്ഷെ ഇത് കേവലം ഭർത്താവല്ല, വലിയ ആബിദായ ഭർത്താവാണ്, ആലിമായ ഭർത്താവാണ്. അങ്ങനെ ആകുമ്പോ ഒന്നും കൂടി മഹത്വം കൂടും. അതുകൊണ്ടാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഭാര്യയാണെങ്കിലും ഭർത്താവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കല് തന്നെ യാ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിന്റെ റസൂലായ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് വിളിക്കുന്നത്. വിളിച്ചിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചില്ലേ, ഉമ്മമാരെ, അലാ തസ്തത്ഇമുല്ലാഹ ഫയുത്ഇമുക നബിയേ, ദിവസങ്ങളോളമായല്ലോ ഒന്നും തിന്നാതെ ഒന്നും കഴിക്കാതെ അല്ലാഹുവിനോട് തങ്ങൾ നേരിട്ടങ്ങ് ഭക്ഷണം ചോദിച്ചാൽ അല്ലാഹു തആല തങ്ങൾക്ക് ഭക്ഷണം തരുമല്ലോ നബിയേ. എന്നിട്ടും എന്തേ റബ്ബിനോട് തങ്ങൾ ഭക്ഷണം ചോദിക്കാത്തത്? എന്നിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, വബകൈതു ലിമാ റഅയ്തു ബിഹി മിനൽ ജൂഇ, ആ തങ്ങളിലുള്ള വിശപ്പങ്ങ് കണ്ടപ്പോൾ ഞാനങ്ങ് കരഞ്ഞുപോയി കേട്ടോ, ഞാനങ്ങ് കരഞ്ഞുപോയി. തങ്ങളുടെ വയറ്റിന്മേൽ കല്ല് വെച്ച് കെട്ടിയത് കണ്ടപ്പോൾ ഞാനങ്ങ് കരഞ്ഞുപോയി. എന്റെ ഈ കരച്ചില് കണ്ടപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു, യാ ആയിഷ,
ഓ എന്റെ പ്രിയപ്പെട്ട ആയിഷ, ഭാര്യയെ വിളിച്ചിട്ട് പറയാണ്, ആയിഷ വല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹുവാണ് സത്യം. ആയിഷ, നിങ്ങളല്ലേ എന്നോട് ചോദിച്ചത്, എന്റെ ഈ വിശപ്പ് കാണുമ്പോ നിങ്ങൾ കരഞ്ഞുവല്ലേ? എന്റെ വയറ്റിൽ കല്ല് വെച്ച് കെട്ടിയത് കണ്ടപ്പോൾ നിങ്ങൾ കരഞ്ഞുവല്ലേ? അതുപോലെ അള്ളാഹിനോട് ഭക്ഷണം ചോദിച്ചുകൂടെ നബിയെ? അള്ളാഹ് തങ്ങൾക്ക് ഭക്ഷണം തരുമല്ലോ നബിയെ എന്ന് ചോദിച്ചുവല്ലേ? എന്നാൽ എനിക്ക് അള്ളാഹിനോട് ചോദിക്കാൻ കഴിയാഞ്ഞിട്ടാണോ? അല്ലെങ്കിൽ അല്ലാഹു എനിക്ക് ഭക്ഷണം തരാൻ കഴിവില്ലാഞ്ഞിട്ടാണോ? അല്ല അല്ല, ലൗ സഅൽതു റബ്ബി, ഞാൻ എന്റെ റബ്ബിനോടത് ചോദിച്ചിരുന്നുവെങ്കിൽ ഈ കാണുന്ന പർവ്വതമില്ലേ, കുന്നുകളില്ലേ, ഈ കാണുന്ന ഗുഡ്ഡകളില്ലേ, ഇതെല്ലാം സ്വർണമാക്കി മാറ്റിത്തരാൻ എന്റെ റബ്ബിന് കഴിയോ? ഞാൻ എങ്ങനെ ആഗ്രഹിക്കുന്നുവോ അതുപോലെ ചെയ്യാൻ എന്റെ റബ്ബിന് കഴിയും. പക്ഷേ ഇനിയാണ് കേൾക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് പറയാണ്, വലാകിൻ ഇഖ്തർതു ജൂഅദ് ദുനിയാ, ഓ ആഖിറ, ഓ ആയിഷ, ഇവിടെയുള്ള വിശപ്പിനെ ഞാൻ അങ്ങ് തെരഞ്ഞെടുത്തു. എന്തിനാണ്? കാരണം ആഖിറത്തിൽ വിശപ്പില്ലാതിരിക്കാൻ. ദുനിയാവിൽ ഒരൽപ്പം വിശപ്പ് സഹിച്ചാലും സാരല്ല, അവിടത്തെ വിശപ്പൊന്നു കുറഞ്ഞു കിട്ടാൻ. ഇവിടെയുള്ള ദാരിദ്ര്യം ഞാൻ അങ്ങ് തെരഞ്ഞെടുത്തു. എന്തേ? കാരണം അവിടെ ഞാനൊന്ന് സമ്പന്നമാകാൻ. ദുനിയാവിന്റെ സങ്കടം ഞാൻ അങ്ങ് തെരഞ്ഞെടുത്തു. ആ ദുനിയാവിന്റെ സങ്കടത്തിന് പകരം എനിക്ക് സന്തോഷം കിട്ടേണ്ടത് പരലോകത്താണ്. ആ പരലോകത്തിന്റെ സുഖം കിട്ടാൻ, പരലോകത്തിന്റെ സന്തോഷം കിട്ടാൻ ഈ ദുനിയാവിന്റെ സുഖം ഞാൻ അങ്ങ് ചെറുതായി കണ്ടു. ആയിഷ, ലോക നേതാവായ റഹ്മത്തുൽ ആലമീൻ സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ ഔലിയാക്കൾ എങ്ങനെയാണ്, സ്വാലിഹീങ്ങൾ എങ്ങനെയാണ്? അവർ ദുനിയാവിന് വില കൽപ്പിച്ചില്ല. അവരേത് സമയത്തും അല്ലാഹുവിലങ്ങ് ലയിച്ചവരാണ്. അവർക്ക് അല്ലാഹുവിന്റെ ദിക്റിനേക്കാൾ വലുത് വേറൊന്നുമില്ല. അവർക്ക് ഔലിയാക്കൾ ജീവിതത്തിൽ ചൊല്ലി കാണിച്ചു തന്ന റാത്തീബിനേക്കാൾ വലുത് വേറൊന്നുമില്ല. ആ ദിക്റിലങ്ങ് ലയിച്ചാൽ അവർക്ക് നേരം പോകുന്നത് അറിയില്ല. നമ്മൾ ദിക്റിന്ന് ഇരുന്നാലോ ബേൻ സമയത്തിലേക്ക് നോക്കും. എന്താ കാരണം? ദിക്റിന് നേതൃത്വം നൽകുന്ന അയാള് മനസ്സിലാക്കാൻ കുറെ നേരായിന്. അല്ലെങ്കിൽ തങ്ങന്മാരെ ദുആന്റെ സദസ്സിൽ വന്നിരുന്നാലും സദസ്സെല്ലാം കഴിഞ്ഞിട്ട് ആമീനെല്ലാം പറഞ്ഞിട്ട് ബാക്ക് പോയാൽ നേരം കുറെ ആയല്ലേ, ദൂവത്തെല്ലാം വലിയ ആയിത്തല്ലേ, ദൂവത്തെല്ലാം കൊറടി ആക്കണോ, നെക്സ്റ്റ് തങ്ങ പറയുമ്പോ ചൊല്ലണം തങ്ങളൊട്ട തങ്ങളെ ദൂവത്തെല്ലാം കൊറടി ആക്കണോ തങ്ങളെ. അതാ കണ്ട എന്താ കാരണം? ഞങ്ങൾക്ക് അതിന്റെ സ്വാദ് യഥാർത്ഥത്തിൽ കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ അതിന്റെ നമ്മളിപ്പോ മൊബൈൽ നോക്കിയാൽ നമ്മൾ ക്ഷീണിക്കുവോ? ക്ഷീണിക്കൂല. ആരാന്റെ സ്റ്റാറ്റസ് നോക്കിയാൽ നമ്മൾ ക്ഷീണിക്കുവോ? ഇല്ല. നമുക്ക് സ്റ്റാറ്റസ് നോക്കിയിട്ട് ഒരു മടുപ്പ് വന്നിനാ ഇന്ന് വരെ ഇല്ല. നമ്മൾ വീണ്ടും നോക്കുന്നതന്നെയല്ലേ. ഒരു ചെറിയ ഫ്രീ ടൈം കിട്ടിയാൽ മതി, അപ്പോഴേക്ക് പിന്നെ ഒരു തന്നെ മൊബൈലിലെ സ്റ്റാറ്റസ് ആണ് നമ്മൾ നോക്കുക. എന്താ കാരണം? ഞങ്ങൾക്ക് അതിന്റെ സ്വാദ് കിട്ടിനി, ഞങ്ങൾക്ക് ദിക്റിന്റെ സ്വാദ് കിട്ടിയിട്ടില്ല, ഞങ്ങൾക്ക് തസ്ബീഹിന്റെ സ്വാദ് കിട്ടിയിട്ടില്ല. അത് കിട്ടണം മരിക്കുന്നതിന് മുമ്പ്. അത് കിട്ടിയവരെല്ലാം വിജയിച്ചു പോയി. അവർക്ക് പിന്നെ ദുനിയാവിന്റെ രോഗം പ്രശ്നമല്ല. ദുനിയാവിൽ അവരെ പിടിച്ചു കുലുക്കുന്ന ആഫത്ത്, പരീക്ഷണങ്ങളൊന്നും പ്രശ്നമേ അല്ല. ജനങ്ങളൊക്കെ അവരെ കുറിച്ച് പറയും, അദ്ദേഹത്തിന് വല്ലാത്ത മുസീബത്തുണ്ട്, വല്ലാത്ത പ്രശ്നമുണ്ട്, വല്ലാത്ത പ്രയാസമുണ്ട്. പക്ഷെ മൂപ്പർക്ക് അതൊരു വിഷയം തന്നെയില്ല. കാരണം അതെല്ലാം മൂപ്പർക്ക് മതിരാണ്. എന്താ കാരണം? അവരങ്ങ് ദിക്റിലങ്ങ് ലയിച്ചുപോയി. ഈ ഇരുമ്പിനെ നിങ്ങൾക്ക് പരിചയമില്ലേ? ഇരുമ്പിന് എന്താ പിടിക്കാന്ന് പറയാ? ഇവിടെ എന്താ പറയാ? ഇരുമ്പിന് എന്തോന്ന് പിടിക്കൂലേ? പിന്നെ അതിനെ നമ്മൾ ശരിയാക്കി എടുക്കും.
ഇരുമ്പിന് എന്താ പറഞ്ഞ എന്ത് പിടിക്കണേ? തുരുമ്പ്. ആ അതന്നെ, ഞാൻ ഇവിടെ വേറെന്തോ വിഷയായി പോയോന്ന് കരുതിയിട്ടാണ്. ഇരുമ്പിന് തുരുമ്പ് പിടിക്കാറുണ്ട്, പിടിക്കാറില്ലേ? സുബ്ഹാനല്ലാഹ്. ആ ഇരുമ്പിന് തുരുമ്പ് പിടിച്ചാൽ ഇരുമ്പിന് ഒന്നും കൂടി തെളിച്ചമാക്കും. പലതും ഉപയോഗിച്ചിട്ട് ഇരുമ്പിന് തെളിച്ചമാക്കും. ആ തുരുമ്പ് പിടിച്ച ഇരുമ്പിനെ അങ്ങനെ തന്നെ നിർത്തൂല. അതിനെ പിന്നീട് അതാ വെൽഡ് ചെയ്യും. അതിന് വെൽഡറിനെ വിളിക്കും വെൽഡിങ് ചെയ്യാൻ. മുസ്തഫച്ചാക്ക് ഇപ്പോഴാ മനസ്സിലായത്, മൂപ്പർ വലിയ ഇംഗ്ലീഷുകാരൻ. വെൽഡിങ് ചെയ്യുന്ന വെൽഡറിനെ വിളിക്കും, അതൊന്ന് വെൽഡ് ചെയ്ത് തരണം, ആ തുരുമ്പൊന്ന് മാറ്റി തരണം എന്ന് പറയും. എന്നാൽ ഇതുപോലെ കൽബിന് തുരുമ്പ് പിടിക്കാറുണ്ട് ജനങ്ങളെ. ആ കൽബിന് പിടിക്കുന്ന തുരുമ്പൊന്ന് മാറ്റണം. ആ കൽബിനൊരു വെളിച്ചം കൊടുക്കണം. ആ കൽബിനൊരു തെളിച്ചം കിട്ടണം. അതെങ്ങനെയാണ്? അതാണ് മഹാന്മാര് പറഞ്ഞത്, പരിശുദ്ധ ഇസ്ലാം പറഞ്ഞത് എങ്ങനെയാണ്? കൽബിനുള്ള തുരുമ്പ് മാറ്റുന്നത് എങ്ങനെയാണ്? ആ കൽബിന് വെളിച്ചം കിട്ടുന്നത് എങ്ങനെയാണ്? അതേ രണ്ട് സംഗതികളെ കൊണ്ടാണ്. ആ രണ്ട് സംഗതികളെ കൊണ്ട് കൽബിന് വെളിച്ചം കിട്ടും. ആ രണ്ട് സംഗതികളെ കൊണ്ട് കൽബിന് വലിയ പ്രകാശം കിട്ടും. ഏതാണ് കൽബിന് കിട്ടുന്ന തെളിച്ചം? കൽബിന്റെ തുരുമ്പ് മാറ്റുന്നത് എങ്ങനെയാണ്? അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഒന്ന് തിലാവത്തുൽ ഖുർആൻ, രണ്ടാമത്തേത് ദിക്റുല്ലാഹ്. ഖുർആൻ എപ്പോഴും പാരായണം ചെയ്യുക, അത് കൽബിന്റെ തുരുമ്പ് മാറ്റാനുള്ളതാണ്. രണ്ടാമത്തേത് ദിക്റുല്ലാഹ്, അല്ലാഹുവിന്റെ ദിക്ർ ചൊല്ലുക. ഏത് സമയത്തും അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. മജ്ലിസുൽ ദാകിരീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ദിക്ർ ചൊല്ലുന്ന ആളുകൾ ഇരിക്കുന്ന സ്ഥലം അതിന്റെ അർത്ഥം. മജ്ലിസുൽ ദാകിരീൻ എന്ന് പറയുന്നത് വെറുതെ കാണൂ? ഇല്ല. മജ്ലിസുൽ ദാകിരീൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ദിക്ർ ചൊല്ലുന്ന ആളുകൾ ഇരിക്കുന്ന സ്ഥലം, ദിക്ർ ചൊല്ലാൻ വേണ്ടി ഇരിക്കുന്ന സ്ഥലം. എത്രയാണ് ഇവിടെ ദിക്ർ ചൊല്ല? നരിക്കോട് പാപ്പനല്ലാഹു ബർക്കത, അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കട്ടെ, അവരുടെ മദദ് അല്ലാഹു നമുക്ക് തരട്ടെ. അവർ ജീവിതകാലത്ത് ധാരാളം ദിക്ർ ചൊല്ലിയവരാണെന്ന് ഇവിടെ പറഞ്ഞത് കേട്ടല്ലോ. അപ്പൊ അവര് ദിക്ർ ചൊല്ലിയത് കണ്ട് നമ്മൾ ദിക്ർ ചൊല്ലാണ്. അവര് ദിക്ർ ചൊല്ലിയത് കണ്ട് നമ്മൾ ആ ദിക്ർ പതിവാക്കി ചൊല്ലുന്നു. നമ്മൾ ചൊല്ലുന്നത് കണ്ടിട്ട് നമ്മുടെ മക്കൾ ചൊല്ലും, നമ്മുടെ കൂടെയുള്ളവർ ചൊല്ലും. അതാണ് ആ ദിക്ർ ചൊല്ലുന്ന ആളുകൾ ഇരിക്കുന്ന സ്ഥലം. അതാണ് മജ്ലിസുൽ ദാകിരീൻ. ആ തുരുമ്പ് പിടിച്ച കൽബിന്റെ തുരുമ്പങ്ങ് മാറ്റിയിട്ട് അതിനൊരു വെളിച്ചം കൊടുക്കണം. ആ വെളിച്ചം കൊടുക്കലാണ് ഖീല വമാ ജലാഉഹാ. സ്വഹാബത്ത് ചോദിച്ചില്ലേ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ കൽബിന് തെളിച്ചം കൊടുക്കൽ എങ്ങനെയാണ് നബിയേ? ആ കൽബിന് വെളിച്ചം കൊടുക്കൽ എങ്ങനെയാണ് നബിയേ? ഓ യുവാക്കളെ, മറക്കപ്പുറത്തിരുന്ന് വാല കേൾക്കുന്ന ഉമ്മമാരെ, ഈമാനുള്ള പെൺകുട്ടികളെ, രണ്ട് കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തത്. ഒന്ന് തിലാവത്തുൽ ഖുർആൻ, ഖൽബ് പ്രകാശിക്കണോ. ആ ഖൽബിൽ അല്ലാഹുവിന്റെ മഅരിഫത്ത് കിട്ടണോ. ഔലിയാക്കളും സ്വാലിഹീങ്ങളും അവർ റബ്ബിന്റെ അരികിൽ വലിയ പദവി ലഭിക്കാൻ കാരണം കുറെ ദുനിയാവ് സമ്പാദിച്ചു വെച്ചിട്ടാണോ? അല്ല, അവർ മരിക്കുമ്പോൾ ഖൽബങ്ങ് പ്രകാശിച്ചിട്ട് മരിക്കാൻ കഴിഞ്ഞു. ആ ഖൽബ് പ്രകാശിക്കുമ്പോഴാണ് മഅരിഫത്ത് കിട്ടാന്ന് പറയാം. ആ ഖൽബ് പ്രകാശിക്കുമ്പോഴാണ് മഅരിഫത്ത് കിട്ടാന്ന് പറയാം. അതുകൊണ്ടാണല്ലോ സുബ്ഹാനല്ലാഹ് യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു മഹാനവരികൾ പറഞ്ഞില്ലേ, ഫിദ്ദുന്യാ ജന്ന, ദുനിയാവിൽ തന്നെ ഒരു സ്വർഗമുണ്ട് ജനങ്ങളെ. ദുനിയാവിൽ തന്നെ ഒരു സ്വർഗമുണ്ട്.
നിങ്ങൾ കരുതി ആഖിറത്തിൽ മാത്രം സ്വർഗ്ഗാന്നാ? അല്ല, ദുനിയാവിൽ തന്നെ സ്വർഗ്ഗമുണ്ട് എന്നാണ് യഹ്യ ഇബ്നു മുആദ് അർ-റാസി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവരികൾ പറയാണ്, ദുനിയാവിൽ തന്നെ ഒരു സ്വർഗ്ഗമുണ്ട്. എന്താണ് സ്വർഗ്ഗം? മൻ ദഖലഹാ, ആ സ്വർഗ്ഗത്തിൽ ഒരാൾ കടന്നാൽ ലം യസ്തഖ് ഇലൽ ജന്ന, പിന്നെ മറ്റേ സ്വർഗ്ഗത്തിലേക്ക് പോകാൻ കൊതിക്കൂല, എനിക്ക് ഇത് മതി എന്ന് ആഗ്രഹിക്കും. ദുനിയാവിൽ തന്നെ ഒരു സ്വർഗ്ഗമുണ്ട്. ആഖിറയിലുള്ള സ്വർഗ്ഗത്തിലെത്തുന്നതിന് മുമ്പ് ദുനിയാവിലുള്ള സ്വർഗ്ഗത്തിൽ ആദ്യം എത്തിക്കിട്ടണം. അല്ലാഹു ഭാഗ്യം തരട്ടെ. നമ്മൾ മനസ്സിലാക്കിയത് എന്താ? ആഖിറത്തിൽ മാത്രം സ്വർഗ്ഗം അല്ല, ദുനിയാവിൽ സ്വർഗ്ഗമുണ്ട് എന്നാണ് യഹ്യ ഇബ്നു മുആദ് അർ-റാസി റഹ്മത്തുള്ളാഹി അലൈഹി മഹാൻ പറയാണ്. എന്നിട്ട് പറഞ്ഞു, ആ ദുനിയാവിലെ സ്വർഗ്ഗത്തിലങ്ങ് കടന്നാൽ ലം യസ്തഖ് ഇലൽ ജന്ന, വേറൊരു സ്വർഗ്ഗത്തിലേക്ക് കടക്കാൻ അവൻ കൊതിക്കൂല. അപ്പമാനവരുകളോട് ചോദിച്ചു, വമാഹിയ, ഓ യഹ്യ ഇബ്നു മുആദ് തങ്ങളെ, ആ ദുനിയാവിലുള്ള സ്വർഗ്ഗമേതാണ്? ഉടനെ മഹാനവരുകൾ അങ്ങ് പറയാണ്, മഅരിഫത്തുല്ലാഹ്, അല്ലാഹുവിനെ അറിയേണ്ട രൂപത്തിൽ അറിയണോ, ആ റബ്ബിന്റെ മഅരിഫത്ത് കിട്ടണോ. ഖൽബിൽ അല്ലാഹുവിന്റെ മഅരിഫത്ത് കിട്ടിയാൽ ആ മഅരിഫത്താണ് സ്വർഗ്ഗം. ആ സ്വർഗ്ഗത്തിൽ കടക്കാൻ കഴിഞ്ഞാൽ അത് ദുനിയാവിലുള്ള സ്വർഗ്ഗമാണ്. ആ സ്വർഗ്ഗത്തിൽ കടക്കാൻ കഴിഞ്ഞാൽ ലം യസ്തഖ് ഇലൽ ജന്ന, പിന്നെ വേറെ ഒരു സ്വർഗ്ഗത്തേക്ക് അവന് കൊതിക്കൂല, അവൻ ആഗ്രഹിക്കൂല. ആ മഅരിഫത്ത് നമ്മുടെ ഖൽബിൽ ലഭിക്കണോ? അത് ലഭിക്കാനാണ് രണ്ട് കാര്യം, രണ്ട് നിമിത്തം, രണ്ട് വഴി ലോക നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുന്നത്. ഒന്ന് തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ ധാരാളം അങ്ങ് പാരായണം ചെയ്യണോ. നിത്യമായും ഖുർആൻ പാരായണം ചെയ്യുന്ന ഉമ്മമാരാകണം. ഓ ഉമ്മമാരെ, നിങ്ങൾ എവിടെ ഇരുന്നിട്ടാണ് എന്റെ വാല് കേൾക്കുന്നതെന്നറിയില്ല, എന്നാലോ നിങ്ങളൊരു തീരുമാനത്തേക്ക് വരണം. എന്താണ് തീരുമാനം? ഖുർആൻ എപ്പോഴും ഓതുന്ന ഉമ്മമാർ. ബഹുമാനപ്പെട്ട സയ്യിദുനാ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുപ്പാപ്പ, അല്ലാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിക്കട്ടെ, മഹാനവരുകളുടെ ഉമ്മാനെ കുറിച്ച് പുസ്തകത്തിൽ എഴുതിയത് കാണാൻ കഴിഞ്ഞു. മഹാനവരുകളുടെ ഉമ്മാന്റെ സ്വഭാവം എന്താണ്? കയ്യിലുള്ള മുസ്ഹഫ് അപ്പുറം വെക്കൂല, ഏത് സമയത്തും കയ്യിൽ മുസ്ഹഫ് പിടിച്ചിട്ടുണ്ടാകും. പഴയ കാലത്തെ ഉമ്മമാർ അങ്ങനെയാണ്. ഇന്നത്തെ ഉമ്മമാരെ കയ്യിൽ മൊബൈലാണ്. പഴയ കാലത്ത് ഉമ്മമാരെ മൊബൈൽ പിടിക്കണ്ടെന്നല്ല, അതിനൊക്കെ ഒരു ലിമിറ്റ് വെക്കുക, അതിനൊരു സമയം വെക്കുക. എപ്പോഴും ഓൺലൈനിൽ തന്നെ. ചോദിച്ചാൽ എന്താ പറയാ? ദിക്ർ ചൊല്ലാന്നാ പറയാ. ചോദിച്ചാൽ എന്താന്ന് പറയാ? റാത്തീബ് എടുക്കാന്ന് പറയാ. എന്താ നമ്മളെ പഴയ കാലത്ത് ഉമ്മമാരൊന്നും ദിക്ർ ചൊല്ലിയിട്ടില്ലേ? മൊബൈൽ ഇല്ലാതെ റാത്തീബ് ചൊല്ലിയിട്ടില്ലേ? ഞാനൊരു ഓൺലൈൻ മജ്ലിസിന് എതിരൊന്നുമല്ല കേട്ടോ. എന്റെ ഈ വാദന്റെ എത്രയോ ആളുകൾ ലൈവായി കേൾക്കുന്നില്ലേ? എന്നിട്ട് അവസാനം ദ്വാരക്കുമ്പോ ആമീൻ പറയാറില്ലേ? പക്ഷെ അതിനൊരു ലിമിറ്റ് വേണമെന്നാ ഞാൻ പറഞ്ഞേ. അതിനൊരു പരിധി വേണം. അങ്ങനെയാണ്. ഞാനിത് വെറുതെ പറയല്ല. എല്ലാം ലിമിറ്റ് വേണം, എല്ലാറ്റിനും ഒരു പരിധി വേണം, ഇല്ലേ? എന്നിട്ട് അവസാനം തോന്നിയത് വിളിച്ചു പറയും. പലരും വന്നിട്ട് ലൈവിൽ വന്നിട്ട് തോന്നിയത് വിളിച്ചു പറയും. ആ വിളിച്ചു പറയുന്നതിനൊക്കെ ആളുകളുണ്ടാവും, ഒക്കെ അതിന്റെ പിന്നിലും പോകും. എങ്ങോട്ട് ക്ഷണിച്ചാലും അവിടേക്ക് ആളുകൾ എത്തും. സുബ്ഹാനല്ലാഹ്. അതാണോ ഓൺലൈൻ മജ്ലിസ്? അതാണോ സദസ്സ്? നമ്മുടെ മുൻഗാമികൾ സദസ്സുകൾ നമുക്ക് കാണിച്ചു തന്നിട്ടില്ലേ? ഇതിന്റെ അർത്ഥം എല്ലാ ഓൺലൈൻ മജ്ലിസും മോശാണെന്നല്ലോ. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ആലിമീങ്ങൾ അംഗീകരിച്ചതുണ്ട്, അംഗീകരിക്കാത്തത് പലതുണ്ട്. ഇങ്ങനെ തോന്നിയത് വിളിച്ചു പറയും. അത് ആലിമീങ്ങളോട് ചോദിക്കണം, ഏതിന്റെ കൂടെ നിൽക്കണം, ഏതിന്റെ കൂടെ നിൽക്കരുത്. നിങ്ങൾക്ക് വിവരമില്ലെങ്കിൽ വിവരമുള്ളവരോട് ചോദിക്കണം എന്ന് ഖുർആൻ പറഞ്ഞത് എല്ലാത്തിനും ബാധകമാണ്. ഇപ്പൊ ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. എന്താ പഴയ കാലത്തെ ഉമ്മമാർ, ഓ ഈ ബട്ടിപ്പദവിലെ ഉമ്മമാരോട് ഞാൻ പറയുന്നു, ഈ ബാല കേൾക്കുന്ന പരിസരത്തുള്ള ഉമ്മമാരോട് പറയുന്നു, എപ്പോഴും കയ്യിൽ മുസാബ് പിടിക്കുന്നവരാണ്. മുസാബ് പിടിക്കാന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുസാബ് കയ്യിൽ പിടിച്ചിട്ട് നടക്കാന്നല്ല പറഞ്ഞതിനർത്ഥം.
അതിന് കൂലുണ്ടാവും. മുസാഫല്ലേ പിടിക്കുക, മൊബൈലല്ലല്ലോ, മുസാഫല്ലേ, കൂലുണ്ടാവും. എന്നാൽ അതോടൊപ്പം എപ്പോഴും ഖുർആൻ ഓതുക. ആ ഖുർആൻ ഇങ്ങനെ നിത്യമായും ഓതുമ്പോ കൽബിങ്ങനെ പ്രകാശിച്ച് വരും. മരിക്കുമ്പോൾ നല്ല പ്രകാശിക്കുന്ന കൽബോടെ മരിക്കാൻ കഴിയും ഇല്ലേ? ഈ ഖുർആൻ നമ്മെ കുറിച്ച് റബ്ബിനോട് നാളെ പരലോകത്ത് പരാതി പറയും. അതാണ് സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹ് പറഞ്ഞത്, വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, റബ്ബേ എന്റെ ഈ ജനത അവർ ഖുർആനിനെ പാടേങ്ങ് ഉപേക്ഷിച്ചു. അത് അവിശ്വാസികളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരാതി പറഞ്ഞതിനെ കുറിച്ചാണ്. അങ്ങനെ പറഞ്ഞതെന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദീകരിച്ചിട്ട് വീണ്ടും ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയാണ്, എന്നാൽ അവിശ്വാസികളെ കുറിച്ച് മാത്രമല്ലട്ടോ, ഈമാനുള്ള ജനങ്ങൾ ആള് മുഅ്മിനാണ്, പക്ഷേ മുസ്ഹഫിലേക്ക് തിരിഞ്ഞു നോക്കൂല, ഖുർആൻ ഓതാൻ സമയം കണ്ടെത്തൂല, ആ ഖുർആൻ ഓത്തിനൊരു വിലയും കൽപ്പിക്കൂല. അത്തരക്കാരാണോ ലോക നേതാവായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, അതേ മൻ തഅല്ലമൽ ഖുർആൻ, ഖുർആൻ ഓതാൻ അറിഞ്ഞിട്ടുണ്ട്, ഖുർആൻ ഓതാൻ പഠിച്ചിട്ടുണ്ട്, എന്നാലോ ലം യതഅഹദുഹു വലം യൻദുർ ഫീഹി, ആള് ഖുർആൻ ഓതാനൊക്കെ പഠിച്ചിട്ടുണ്ട്, പഠിച്ചത് മാത്രമേ ഉള്ളൂ, പക്ഷെ ഖുർആൻ ഓതുന്നില്ല, ആ ഖുർആനെ ശ്രദ്ധിക്കുന്നില്ല. എന്നാൽ ജാഅ യൗമൽ ഖിയാമ, ഈ മനുഷ്യൻ ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ കോടതിയിൽ വരുന്നത് എങ്ങനെയാണ്? മുതഅല്ലിഖൻ ബിഹി, അതാ ഇവന്റെ കയ്യിൽ ഖുർആൻ ഉണ്ടാകും, ആ ഖുർആനുമായിട്ടാണ് റബ്ബിന്റെ അരികിൽ വരുന്നത്. പക്ഷേ റബ്ബിനോട് ഖുർആൻ ഇവനെ കാണിച്ചിട്ട് പറയുന്നു, യാ റബ്ബൽ ആലമീൻ, ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബേ, അബ്ദുക ഹാദാ, നിന്റെ ഈ കാണുന്ന അടിമയുണ്ടല്ലോ, ഇത്തഖദനി മഹ്ജൂറാ, ഇവൻ എന്നെ ദുനിയാവിൽ പാടെ കൈവിട്ടവനാണ്, അതേ തീരെ ഖുർആൻ ഓതാത്തവനാണ്, മദ്രസയിൽ പോയി ഖുർആൻ ഓതാൻ പഠിച്ചവനാണ്, പക്ഷേ കഴിഞ്ഞ വെള്ളിയാഴ്ച പോലും അൽ കഹ്ഫ് ഓതാൻ മനസ്സ് കാണിക്കാത്തവനാണ്, അതേ ഖുർആനിലെ ഒരു ചെറിയ കടലാസിന്റെ ഭാഗം പോലും ഓതാൻ മനസ്സ് കാണിക്കാത്തവനാണ് എന്ന് ഖുർആൻ റബ്ബിനോട് അവനെ കുറിച്ച് പരാതി പറഞ്ഞിട്ട്, എന്നിട്ട് ഖുർആൻ അല്ലാഹുവിനോട് പറയാണ്, ഇഖ്ലി ബൈനി വബൈനഹു, അതുകൊണ്ട് എന്റെയും അവന്റെയും ഇടയിൽ എന്ത് തീരുമാനമെടുക്കണം, ആ തീരുമാനം അല്ലാഹു ആകുന്ന നീ ഇവിടുന്ന് എടുക്കണമല്ലോ. ആ ഖുർആൻ നമുക്കെതിരെ റബ്ബിന്റെ കോടതിയിൽ സാക്ഷി പറയുന്ന കൂട്ടത്തിൽ പെടരുത്. ഖുർആൻ പാരായണമെന്ന് പറഞ്ഞാലോ അത് ഖൽബിന് വെളിച്ചം നൽകുന്നതാണ്. അതുകൊണ്ടാണ് വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വദിക്റുല്ലാഹ്, അല്ലാഹുവിന്റെ ദിക്ർ പറച്ചിലുണ്ടല്ലോ, അല്ലാഹുവിന്റെ ദിക്ർ ചൊല്ലൽ, അതും ഖൽബിന് വലിയ വെളിച്ചമുള്ളതാണ്, ഖൽബിൽ വലിയ പ്രകാശം നൽകുന്നതാണ്. ഏറ്റവും വലിയ ദിക്ർ ഏതാണ്? ബാങ്ക്. ബാങ്ക് ഏറ്റവും വലിയ ദിക്റാണ്. അതുകൊണ്ടാണ് ബാങ്ക് കേൾക്കുമ്പോ മിണ്ടാതിരിക്കാൻ, സംസാരിച്ചു പോകരുത്. എത്ര വീടുണ്ട് നമ്മുടെ വീട്ടിൽ? ബാങ്ക് കേൾക്കുമ്പോഴും ലൈവ് വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ആകരുത്. ഉമ്മമാരെ അവരെവിടെ ഇരിക്കണം? ബാക്കിലുണ്ടല്ലേ, കല്ലിങ്ങോട്ട് വരാൻ സാധ്യതയില്ലല്ലേ? ഇടക്കിടക്ക് ഉമ്മമാരെ എന്ന് വിളിച്ചാൽ, പണ്ട് ഞങ്ങളെ വീടുകളിലൊക്കെ ഒരു കാഴ്ച ഉണ്ടായിരുന്നില്ലേ? ഉമ്മമാര് ഇങ്ങനെ തലയിൽ ചിലപ്പോ ഷാൾ ഉണ്ടാവൂല. ഒരു പെണ്ണുങ്ങല്ലേ, പാവം, ഞമ്മളെ പോലെ അല്ലല്ലോ.
ഒരു പിന്നെ തലയിൽ ശാല നിക്കണമെന്നില്ല എന്ന് പറഞ്ഞാല് പിന്നെ അവരിങ്ങനെ അടുക്കളയിൽ ജോലി മറ്റെടുക്കുമ്പോ അതേ സമയത്ത് പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടാലോ, ബാങ്ക് കേട്ടാൽ ശാല തേടിപ്പോവും. എന്നിട്ട് വേഗം അങ്ങെടുത്തിട്ട് തലയിലിടും. എന്താ കാരണം? ബഹുമാന ആ ബാങ്കിന്, കാരണം ബാങ്ക് ദിക്റാണ്. അതുകൊണ്ട് വേഗം പോയിട്ട് ശാല എടുത്തിട്ട് തലക്കിടും. പഴയ കാലത്തെ ഉമ്മാമ്മമാരൊക്കെ സുബഹി ബാങ്കിന്റെ സമയമാണ് മുമ്പനെ ജനൽ തുറന്നു വെച്ചു. ഇന്ന് 10 മണിയായാലും ജനൽ തുറക്കാൻ പെണ്ണുങ്ങളെ ഉദാസനപ്പെടുന്നില്ല. നിങ്ങളെ തിരിയന്മാരെ കുറിച്ച് പറഞ്ഞാണെന്ന് പറയണ്ട, തെറ്റിരിക്കണ്ട. എല്ലാ പെണ്ണുങ്ങൾ അങ്ങനെ ആണെന്നല്ല ഞാൻ പറയണേ. ഇവിടുത്തെ ഉമ്മമാരും പെങ്ങന്മാരൊക്കെ നല്ലവരാ, അള്ളാഹു ബർക്കത്തെ. ഡിസ്റ്റൻസ് കുറെ ദൂരണ്ട. പണ്ടങ്ങനെയല്ലേ? സുബഹി ബാങ്ക് കൊടുക്കണ മുമ്പ് തന്നെ ജനലങ്ങ് തുറന്നു വെച്ചു. എന്താ കാരണം? സുബഹി ബാങ്കിന്റെ ഒച്ച വീട്ടിന്റെ ഉള്ളിലേക്ക് വരട്ടെന്ന്. ഇന്ന് ജനൽക്ക് തന്നെ അടിച്ചിട്ടപ്പുറം തിരിച്ചു പോകുന്ന ജനൽ തുറക്കണില്ല. ഇന്ന് മത്സരാണ്, അമ്മായി തുറക്കണം മറുമോള് തുറക്കണം. ഞാനിത് വെറുതെ പറയാം. ഭർത്താവ് വന്നിട്ട് ഭാര്യനോട് ചോദിച്ചു, ഭർത്താവ് സുബഹി ജമാഅത്തിന് പള്ളിയിൽ പോയി, ജമാഅത്ത് കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തി, നമ്മളിത് മാറണം ഉമ്മ, അതിനാ ഇപ്പൊ വരണേ. ഭർത്താവ് പള്ളിയിൽ പോയി, സുബഹി ജമാഅത്തിന് പോയി, തിരിച്ചു വന്നു നോക്കുമ്പോഴും ജനൽ തുറന്നിട്ടില്ല. അപ്പൊ സുബഹി ബാങ്ക് ഉള്ളിലേക്ക് എത്തിയിട്ടില്ല എന്നർത്ഥം. ജനൽക്ക് അങ്ങ് അടിച്ചിട്ട് പോയിന് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അതിന്റെ ബറക്കത്ത് ഉള്ളിക്ക് കിട്ടൂപ്പ. ജനൽ തുറക്കണമെന്നൊന്നുമില്ല. പക്ഷെ പണ്ടത്തെ ഉമ്മമാരെ ഈമാന് ഞാൻ പറയാണ്, ശരിക്കും ആ ബാങ്കിന്റെ ഒച്ച ഒന്ന് ഉള്ളിലേക്ക് കേൾക്കട്ടെ എന്ന് കരുതിയിട്ട്. അങ്ങനല്ലേ പണ്ടത്തെ ഉമ്മമാർക്ക് സുബഹി ബാങ്ക് കേട്ടത്? എങ്ങനെ? നേരത്തെ എണീക്കും, ബാങ്കിന്റെ മുമ്പ് എണീക്കും, എന്നിട്ടോ വുളു എടുക്കും, ജുബമക്കന ധരിക്കും, നിസ്കാര കുപ്പായം, ഒരു 2 റക്അത്ത് തഹജ്ജുദൊക്കെ നിസ്കരിക്കും, കുറച്ച് ഖുർആൻ ഇങ്ങനെ ഓതും. ബാങ്കിന്റെ സമയമാവുമ്പോ ജനലങ്ങ് തുറക്കും. അവിടെ ഇങ്ങനെ ആ സോഫയിൽ ഇരുന്നിട്ട് ബാങ്ക് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കും. ഇന്ന് ആ കാഴ്ചകളൊക്കെ കുറഞ്ഞു പോയി. വെറുതെയാണോ വീട്ടിന്റെ ബർക്കത്ത് പോയത്? ഓരിയ അക ചോറു പണ്ടത്തങ്ങലകാതെ ആചാർഗത്തില്ലേ? പണ്ട് എന്റെ നക്കിണിക്ക് ഭാഷയിൽ ഒരു ഗാഥ ഉണ്ട്. പണ്ടത്തോരെ ഗാഥ എന്ന് പറഞ്ഞിട്ട് പണ്ടത്തങ്ങല എന്ന് പറഞ്ഞിട്ട് എന്ത് പണ്ടത്തങ്ങ? ഓര് പറഞ്ഞ ഓരോ ഗാഥക്കും ഓരോ നിലയും വിലയുണ്ടായിരുന്നു. ഓരിയ അക ചോറു, അത് പണ്ടത്തോരോട്. ഞാൻ പണ്ടത്തോനൊന്നും അല്ലല്ലോ, പക്ഷെ എന്നോട് പണ്ടത്തോർ ഇപ്പൊ അടുത്ത് പറഞ്ഞത് ഞാൻ പറഞ്ഞതാ. ഓരിയാക ചോറ് എന്ന് പറഞ്ഞാൽ ഔത്തലെപ്പ നോക്കിയെങ്കിൽ തകരാറും ഗലാട്ടയാണ്. എന്നാൽ ആ പൊരലെപ്പം ചോറിക്കൊണ്ടേയിരിക്കും. ഇന്ന് കാണുന്ന എല്ലാ പൊരയും ലീക്കാണല്ല, എല്ലാ പൊരയും ലീക്കാണ്. മഴക്കാലത്ത് എല്ലാ പൊരയും ലീക്കുവാണ്. വെള്ളം ചോറുന്നുണ്ട്, നനവ്, പസ. എല്ലാ പൊരയിലും പസ വന്നില്ലേ? എഞ്ചിനീയറിന്റെ പൊരലും പസ തന്നെ. പോ ഞങ്ങൾ കരുതിയത് നമ്മളെ പൊരൽ മാത്രമൊന്നല്ലേ. നോക്കുമ്പോ ഞാനൊരു എഞ്ചിനീയറിന്റെ പൊരക്ക് പോയി നോക്കുമ്പോ എഞ്ചിനീയറിന്റെ പൊരയും ചോറിന് അതിലും പസ തന്നെ. ഓരിയ അക ചോറു. കാരണം എന്താ? പൊരലെപ്പം തകരാറന്നെ. അമ്മായിമ്മ മരുമോളോട്, മരുമോളോ അമ്മായിമാനോട് തകരാറ്. അതെ, ഓരിയാക ചോറും. ആ ഉത്തുല് സീക്ക് തപ്പല്ലേ, എപ്പോഴും അസുഖമായിരിക്കും. ഒരിക്കൽ തിരിയനെ കൊണ്ടുവേണ്ടി വരും, പിന്നെ ഒരു ഉമ്മാനെ കൊണ്ടുവേണ്ടി വരും, ഒരിക്കൽ മോനെ കൊണ്ടുവരേണ്ടി വരും, ഒരിക്കൽ മോളെ കൊണ്ടുവരേണ്ടി വരും. ഇങ്ങോട്ട് ഹോസ്പിറ്റലിൽ. അപ്പൊ പിന്നെ ഓൻ ചിന്തിക്കുന്ന, ആരാ ഞങ്ങൾക്ക് മാട്ടാക്കിനാരാ? എന്തിന് മാട്ടാക്കണോ? എന്തുണ്ടുണ്ട് ചൊല്ലിട്ട് മാട്ടാക്കണോ? ആരും മാട്ടാക്കണ്ട, ഞമ്മന്നെ ശരിയില്ലെങ്കിൽ പിന്നെ അതാ ഓരിയാക ചോറു എന്ന് പറഞ്ഞേ. ഇതെപ്പാ നോക്കിയെങ്കിലും വീട്ടിൽ തകരാറ്. ഭർത്താവ് സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിലങ്ങ് എത്തിയപ്പോ കണ്ടി തുറന്നിട്ടില്ല, ജനൽ തുറന്നിട്ടില്ല. ചോദിച്ചു വന്നിട്ട് എന്തേ തുറക്കാത്തേ? അപ്പൊ ഭാര്യ പറയുന്നത്, ഇവിടെ നാ മാത്രമല്ലേ, നിങ്ങൾ ഉമ്മയുടെ കൈ എന്റെ മര കെട്ടിറ. ഉദാഹരണം പറയാം. ചിലപ്പോ രണ്ടാൾക്കിടയിൽ എന്തോ പ്രശ്നം ഉണ്ടാവും. ഉമ്മാനോട് പോയി ഇവരങ്ങ് കുടുങ്ങി. ഇവൻ ഉമ്മാന്റെ അടുത്ത് പോയി ചോദിച്ചാലും എന്തല്ല നിന്റെ മർമോലില്ലേ ഇവിടെ, അവൾക്ക് എന്തോ, അവളുടെ കൈ എന്തായത്? ഓരിയ അക ചോറ്. ആകെ ഇപ്പൊ എന്ത് ഒരു നല്ല കാര്യത്തിനാ ജനൽ എന്തേ തുറക്കാത്തതെന്ന ഒരു ചോദ്യത്തിന് ഓരിയ അക ചോറും. ഞാനിത് വെറുതെ പറയല്ല, ഇത് ഞാൻ വെറുതെ പറയല്ല. അപ്പൊ ബാങ്ക് ദിക്റുള്ളയാണ്.
അതുകൊണ്ടാണ് ബാങ്കിന്റെ ഓരോ പദം കേൾക്കുമ്പോ അതനുസരിച്ച് അള്ളാഹുവിന്റെ ഭവനമായ പള്ളിയിൽ നിന്ന് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മിണ്ടാതിരിക്കണമെന്ന് മാത്രമല്ല പറഞ്ഞേ ബാങ്ക് 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 അങ്ങനെ ആക്കിയാൽ മാത്രം പോരാ, അതുപോലെ ചൊല്ലണം. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഹയ്യ അലസ് സ്വലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഹയ്യ അലൽ ഫലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ സുബൈക്കൊന്നുണ്ട് അസ്സലാത്തു ഖൈറും മിനൻ നൗം അല്ലേ, അങ്ങനത്തെ ഒന്നില്ലേ? പിന്നെ ഉറക്കിനേക്കാൾ നല്ലത് നിസ്കാരമാണ്. അത് ശരി ശരി, അത് ഒക്കന്നെ, ആ ചൊല്ലിയത് ഒക്കന്നെ, അത് നുണല്ല കളവല്ല, ശരിയല്ലേ. ബാങ്ക് ആ ബാങ്ക് നിസ്കരിക്കാൻ മാത്രം കൊടുക്കാനുള്ളതല്ല, അങ്ങനെ കരുതിനാ നിസ്കരിക്കാൻ മാത്രം കൊടുക്കാനുള്ളത്. നിസ്കരിക്കുമ്പോ ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ പോലും ബാങ്കും ഇക്കാമത്തും രണ്ടും സുന്നത്താണ്. നമ്മൾ എപ്പോഴും ആണുങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പെണ്ണുങ്ങളോടല്ല ഞാൻ ഈ മസാല പറയണേ, ആണുങ്ങളോട് പറയാണ്. നിങ്ങൾ ഒറ്റക്ക് നിസ്കരിക്കാണോ എങ്കിൽ പോലും നിങ്ങൾ എന്താക്കണം, അവിടെ ഒരു ബാങ്കും ഒരു ഇക്കാമത്തും കൊടുത്തിട്ട് നിങ്ങൾ ഫർദ് നിസ്കരിക്കണം. പോരല്ലോ ഒറ്റക്ക് നിസ്കരിക്കാണ് എങ്കിൽ ആ നിസ്കാരത്തിന് മുമ്പ് കാലി ഇക്കാമത്ത് മാത്രമല്ല, സമയമില്ല, അതിന് എത്ര സമയം വേണോ ഒരു ബാങ്ക് കൊടുക്കാൻ? ഒരു ചെറിയ ബാങ്കൽ നിങ്ങൾക്ക് മാത്രം കേട്ടാ മതി. ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാത്രം കേട്ടാ മതി, നാലാൾക്ക് കേൾക്കാൻ ഒച്ചൽ കൊടുക്കണമെന്നില്ല. നിങ്ങൾക്ക് മാത്രം നിങ്ങളുടെ ശരീരത്തിന് കേട്ടാ മതി. ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ ഒരു ബാങ്കും ഒരു ഇക്കാമത്തും, എന്നിട്ടതാ ഫർദ് നിസ്കാരം. അങ്ങനെയാണ്. എന്നാൽ ആ ബാങ്ക് നിസ്കരിക്കുമ്പോൾ മാത്രം കൊടുക്കാനുള്ളതാണ് അല്ല. ജനിച്ചാൽ കുട്ടിയുടെ വലത്തെ ചെവിയിൽ ബാങ്ക്, ഇടത്തെ ചെവിയിൽ ഇക്കാമത്ത്. പിന്നെ സ്വഭാവം മോശമുണ്ടോ? സ്വഭാവം മോശമാണോ? ഓരോ ചെവിയിലും ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു ഇസ്ലാം. സ്വഭാവം നന്നാവും. പുതിയതല്ലേ കേൾക്കാനല്ലേ? ഉമ്മമാരെ, കുട്ടികൾക്ക് എപ്പോഴും വീട്ടിൽ ബാങ്ക് കൊടുത്ത് കേൾപ്പിക്കുക, അത് നല്ലതാ. കുട്ടികൾ എപ്പോഴും ബാങ്ക് കേൾക്കണം വീട്ടിൽ നിന്ന്. എന്തിന്? വളർത്തുന്ന ഒരു മൃഗത്തിന്റെ സ്വഭാവം ശരിയില്ലെങ്കിൽ ആ മൃഗത്തിന്റെ ചെവിറ്റിലടക്കം ബാങ്ക് കൊടുക്കാൻ പറഞ്ഞില്ലേ ഇസ്ലാം? എന്താ കാരണം? ആ ബാങ്കിലൂടെ പറയണത് എന്താ? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അല്ലാഹ് വലിയവനാണ്, അല്ലാഹ് വലിയവനാണ്. ശൈത്താന്റെ ശല്യമുണ്ടോ? ശൈത്താന്റെ ശല്യമുണ്ടോ? എന്നാൽ ആ മനുഷ്യന്റെ ചെവിയിലും ബാങ്ക് കൊടുക്കുക. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു, ഔലിയാക്കന്മാർ അടുത്തേക്ക് വരുവോ? ഇല്ല, പായു ശൈത്താന്. അതാ ഇബ്ലീസ് അവരെ ചതിഫാനായി ചെന്നാരെ ഇബ്ലീസെ ചാച്ചി കിടത്തി അയച്ചോവർ. അതേപോലത്തെ വാചകം റിഫായി മാലയിലും ഉണ്ട്. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു പിന്നെ ശൈത്താനെ അങ്ങ് ആട്ടി ഓടിച്ചു, റിഫായി മാലയിലുണ്ട്. ശൈഖ് ജീലാനി തങ്ങൾ അരികിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, എന്റെ ഭാര്യക്ക് വല്ലാത്ത ശൈത്താന്റെ ശല്യമുണ്ട്. ജിലാനി ശൈഖ് റളിയല്ലാഹു അൻഹു അടുത്തേക്ക് വന്നിട്ട് ഇമാം യാഫഈ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇത് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ജിലാനി ശൈഖ് റളിയല്ലാഹു അൻഹു എന്താ പറയാ? അടുത്ത ശൈത്താന്റെ ബാധ നിന്റെ ഭാര്യക്ക് ഉണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണോ? ഭാര്യന്റെ ചെവിയിൽ പോയിട്ട് പറയണോ, അബ്ദുൽ ഖാദിർ, ഷെയ്ഖ് അബ്ദുൽ ഖാദിർ റളിയല്ലാഹു അൻഹു നിന്നോട് പറയുന്നുണ്ട്, നീ പോണോല, നീ മടങ്ങി വന്നെങ്കിൽ നീ നശിക്കുവല. അങ്ങനെ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ പറഞ്ഞു എന്നറിഞ്ഞിട്ട് പോയിട്ട് ഭാര്യന്റെ ചെവിയിൽ പറഞ്ഞാൽ മതി. ഈ ഭർത്താവ് പോയിട്ട് അങ്ങനെ ചെയ്തു. പിന്നീട് കുറെ കാലം കഴിഞ്ഞിട്ട് നാട്ടുകാർ ഇയാളെ കാണുന്നേ ചോദിച്ചു, ഇപ്പൊ ഭാര്യ എങ്ങനെ ഉണ്ട്? അപ്പൊ ഭർത്താവ് പറയാണ് ഈ നാട്ടുകാരോട്, അന്ന് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഞാൻ അതങ്ങ് അങ്ങനെ തന്നെ പോയി ചെയ്തു. പിന്നെ എന്റെ ഭാര്യക്ക് ശൈത്താന്റെ ശല്യം ഉണ്ടായിട്ടില്ല. എന്താ കാരണം? ഇബ്ലീസ് അവരെ ചതിഫാനായി ചെന്നാരെ ഇബ്ലീസെ ചാച്ചി കിടത്തി അയച്ചോവർ. അതാണ് ഔലിയാക്കൾ. ഞാനിപ്പോ നീട്ടി പറയല്ല, ഞാൻ പറഞ്ഞു തന്നത് അങ്ങനെയാണ്. സ്വഭാവം മോശമുണ്ടോ? ഓരോ ചെവിറ്റിൽ ബാങ്ക് കൊടുക്കാം. വല്ലാതെ ദേഷ്യം വരുന്നുണ്ടാ, മെല്ലെ പോയി ചെവിറ്റിൽ ബാങ്ക് കൊടുക്കാം. പക്ഷെ ഒരു കാല് ദൂരെ വെച്ചിട്ട് തന്നെ കൊടുത്താൽ മതിട്ടാ. വല്ലാത്ത ദേഷ്യപ്പെട്ട ആള്, അയാളെ ദേഷ്യം അങ്ങ് പോവും.
അങ്ങനൊക്കെ ഉണ്ട് ഇസ്ലാമില് സ്വഭാവം. ഞാൻ അതുകൊണ്ടാ പറയുന്ന രക്ഷിതാക്കളെ, നമ്മുടെ കുട്ടികൾക്ക് എപ്പോഴും ബാങ്ക് കേൾപ്പിക്കുക നല്ലതാണ്. മക്കളെ സ്വഭാവം നന്നാവും, വളരെ പ്രധാനപ്പെട്ടതാണ്. എത്രയുണ്ട് ദിക്റുകള്. ഇതുപോലെയല്ലേ ദിക്ർ എന്ന് പറഞ്ഞാൽ ചെറുതല്ല. അതുകൊണ്ടാണല്ലോ ഹബീബായ അഷ്റഫുൽ ഖൽഖ് റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചില്ലേ ദിക്റിന്റെ മഹത്വം പറഞ്ഞ കൂട്ടത്തിൽ ലോക നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഓ ജനങ്ങളെ, അതാ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇത് വെറുതെ പറയുന്ന ദിക്റല്ല, സ്വഹീഹായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. അത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതാണ്. അങ്ങനെ സ്വഹീഹായ ഹദീസിൽ വന്ന ദിക്റുകൾ ഉണ്ടല്ലോ, അത് നമ്മൾ കൂടുതൽ ചൊല്ലാൻ നിത്യമാക്കണം കേട്ടോ. ആ വന്ന ദിക്റുകളെ കൂട്ടത്തിലൊന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ദിക്ർ ഓരോ ദിവസവും 100 തവണ ചൊല്ലണേ. അങ്ങനെ 100 തവണ ചൊല്ലിയാൽ ആ മനുഷ്യൻ അല്ലാഹു തആല 100 നന്മകൾ എഴുതി വെച്ചു പോയി. ആ മനുഷ്യന്റെ 100 പാപങ്ങൾ അല്ലാഹു തആല മായ്ച്ചു കളഞ്ഞു. പോരാ, വകാനത ലഹു ഹിർസം മിനശ് ശൈത്വാനി ഫീ യൗമിഹി ദാലിക ഹത്താ യുംസിയാ. ഇവൻ പ്രഭാത സമയത്താണോ അത് ചൊല്ലിയത്, എന്നാൽ വൈകുന്നേരം വരെ അന്നത്തെ ആ ദിവസം പിശാചിൽ നിന്ന് അവൻ അത് കാവലാണ് കേട്ടോ. ആ ദിക്ർ പഠിപ്പിച്ചതാണ് ലോക നേതാവായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, ദുനിയാവിന്റെ പിന്നിൽ പോകുന്നതിന് പകരം നമ്മൾ ദിക്റിന്റെ ആളുകളാകണോ, നമ്മൾ ഖുർആനോത്തിന്റെ ആളുകളാകണോ. എന്തേ കാരണം? ഈ ദുനിയാവിന് ഒരു കൊതുകിന്റെ ചെറുകിന്റെ വില പോലും അല്ലാഹു കൽപ്പിച്ചിട്ടില്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അതിനാണ് ഇപ്പൊ ഒരേ ബാപ്പാന്റെ മക്കള് തമ്മിൽ പേച്ചാടുന്നത്. ബാപ്പ മരിച്ച ബാപ്പാന്റെ സ്വത്തിന്റെ പേരിൽ ആണുമക്കം പെണ്ണുമക്കം പേച്ചാടൽ കണ്ടാൽ റബ്ബേ, ഏത് ദുനിയാവിന്റെ സ്വത്തിന്? ഏക്കർ കണക്ക് ബാപ്പക്ക് സ്വത്തുണ്ട്, ബാപ്പങ്ങ് മരിച്ചു. ആ മരിച്ചപ്പോ ബാപ്പാന്റെ സ്വത്തിന്റെ പേരിൽ കുട്ടികൾ തമ്മിൽ പ്രശ്നമാണ്. ഒരേ ബാപ്പാന്റെ മക്കൾ ഇപ്പൊ കോടതി കയറാ. എന്തൊരു നാണക്കേടുകളൊന്നും ആലോചിച്ചു. ഒരേ ബാപ്പാന്റെ മക്കള് പോലീസ് സ്റ്റേഷനിൽ കയറാണ്. അങ്ങനെയാണല്ല. എന്താ കാരണം? ബാപ്പാന്റെ സ്വത്തിന്റെ പേരിൽ തമ്മിൽ അടിപിടി കൂടി. ഇപ്പൊ പോലീസ് സ്റ്റേഷനിലാണ്, കോടതിയിൽ കയറാണ്. ഏത് ദുനിയാവിനാണ് ഈ മുസ്ലിം ഉമ്മത്ത് ഇങ്ങനെ പ്രയാസപ്പെടുന്നത്, അല്ലെങ്കിൽ തമ്മിലടിക്കുന്നത്? ഏത് ദുനിയാവിനാണ്? ഏത് ദുനിയാവിന്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു ദുനിയാവ് ഏതാണെന്നറിയോ? ഒരു കൊതുകിന്റെ ചിറക് പോലും, അതിന്റെ ഒരു വില പോലും കൽപ്പിച്ചിട്ടില്ല ഈ ദുനിയാവിന് അല്ലാഹ് എന്ന് പറഞ്ഞ ആ ദുനിയാവിന്. ഒരു പക്ഷേ അങ്ങനെ ഒരു കൊതുകിന്റെ ചിറകിന്റെ വില ഈ ദുനിയാവിന് അല്ലാഹ് കൽപ്പിച്ചിരുന്നുവെങ്കിൽ അള്ളാനെ ധിക്കരിച്ച് നടക്കുന്ന ഒരാൾക്കും കുടിക്കാൻ ഒരു മുറുക്ക് വെള്ളം അല്ലാഹ് കൊടുക്കുമായിരുന്നില്ല എന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി. പക്ഷെ എല്ലാരും ഐഷാറാമിയായി ഇവിടെ ജീവിക്കണില്ലേ? ഐഷാറാമിയായിട്ട് എല്ലാരും ജീവിക്കണില്ലേ? എല്ലാരും ജീവിക്കുന്നുണ്ട്. അല്ലാഹ് ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്നവനും ജീവിക്കണില്ലേ ഇവിടെ? അള്ളാഹിനെ ചീത്ത പറയുന്നവരും ജീവിക്കണില്ലേ? അതിനുവേണ്ടി മാത്രം യൂട്യൂബ് ചാനൽ തുടങ്ങിയ യൂട്യൂബറും ജീവിക്കണില്ലേ? ഇതൊന്നും പറയാൻ പറ്റൂല. ഇപ്പൊ ഇത് പറഞ്ഞ കേസാവും.
ഓനും ജീവിക്കണില്ലേ? അള്ളാന്റെ വെള്ളം കുടിച്ചിട്ടല്ലേ? അതാ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു കൊതുകിന്റെ ചിറകിന്റെ വിലയെങ്കിലും അതുപോലും ഈ ദുനിയാവിന് അല്ലാഹ് കൽപ്പിച്ചിരുന്നുവെങ്കിൽ ഇല്ല, അല്ലാഹു കുടിപ്പിക്കുമായിരുന്നില്ല. അതിന്റെ അപ്പുറം ഒരു പദമുണ്ട്, ഞാനതിപ്പോ തൽക്കാലം പറയില്ല. കുടിക്കാൻ ഒരൽപ്പം വെള്ളം പോലും അള്ളാനെ ധിക്കരിച്ച് നടക്കുന്നവൻ അള്ളാഹു കൊടുക്കൂലായിരുന്നു. പക്ഷെ എന്താ ഇപ്പോ? അള്ളാനെ ചീത്ത പറയുന്നവനും ഐഷാറാമിയായിട്ടാ ജീവിക്കണേ. എന്താ കാരണം? ദുനിയാവിന് അള്ളാഹു താല ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും കൽപ്പിച്ചിട്ടില്ല. ആ ദുനിയാവിന് വേണ്ടി നെട്ടോട്ടമോടുന്നതിന് പകരം തീരുമാനിച്ചോ, ഈ ദുനിയാവിനപ്പുറം ഒരു പരലോകമുണ്ട്, ഒരു ആഖിറമുണ്ട്. ദിക്റിനെ എന്തിനേയും പിടിച്ചു നിർത്താൻ കഴിയൂ. ഞാനിത് വെറുതെ അല്ല പറയുന്നത്. അല്ലാഹു തആല ഈസ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞില്ലേ, ഓ ഈസ നബിയേ, നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നാൽ നിങ്ങൾക്ക് ശേഷം വരാൻ പോകുന്ന നബിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ തങ്ങൾ വന്നാൽ നിങ്ങൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിക്കണം. പോരാവ ഉമറു ഉമ്മതക, അതേ മൻ അദറകഹു മിൻഹും മയുമിനു ബിഹി, നിങ്ങളെ ഉമ്മത്തുകളോട് കൽപ്പിക്കണം, അവരെങ്ങാലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്ന കാലത്ത് അവർ ജീവിച്ചാൽ തങ്ങളെ കൊണ്ട് വിശ്വസിക്കാൻ അവരോട് പറയണം. കാരണം ഫലൗലാ മുഹമ്മദുൻ മാ ഖലഖതു ആദം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളില്ലായിരുന്നുവെങ്കിലും ഞാൻ ആദം നബിയെയും പടക്കുമായിരുന്നില്ല. വലൗലാഹു മാ ഖലഖതുൽ ജന്നത വന്നാർ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളില്ലായിരുന്നുവെങ്കിലും ഞാൻ സ്വർഗ്ഗത്തെ പടക്കുമായിരുന്നില്ല, നരകത്തെ പടക്കുമായിരുന്നില്ല. എന്നാൽ വലഖദ് ഖലഖതുൽ അർശ, എന്നിട്ട് അല്ലാഹു തആല ഈസ നബി അലൈഹിസ്സലാമിനോട് പറയാണ്, ഞാൻ അതാ അർശിനെ അങ്ങ് പടച്ചല്ലോ. ആ വിശാലമായ അർശിനെ ഞാൻ അങ്ങ് പടച്ചപ്പോ ഫൽത്വറബാ, ആ അർശങ്ങ് കുലുങ്ങാൻ തുടങ്ങി, ആ അർശങ്ങ് വൈബ്രേറ്റ് ആകാൻ തുടങ്ങി. ഉടനെ എന്താ ചെയ്തത്? ഫകതബതു അലൈഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. വല്ലാത്ത പവറുള്ള വാചകമാണത്. അത് കേവലം കാറിന്റെ മുന്നിൽ ഒട്ടിക്കാൻ, സ്റ്റിക്കർ ഒട്ടിക്കാനുള്ളതാണെന്ന് ഒരു മുസ്ലിം തെറ്റിദ്ധരിച്ചു പോകരുത്. അല്ലെങ്കിൽ കാറിന്റെ പിന്നിലെ ഗ്ലാസ്സിൽ ആ ചില്ലിൽ അങ്ങ് ഒട്ടി സ്റ്റിക്കർ ഒട്ടിച്ച് വെക്കാനുള്ളതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ദിക്ർ എന്ന് ഒരാളും തെറ്റിദ്ധരിച്ചു പോകരുത്. അല്ലാഹ് പറഞ്ഞില്ലേ, അർശങ്ങ് കുലുങ്ങിയപ്പോൾ അതിന്റെ മേൽ എഴുതാൻ മലക്കുകളോട് പറഞ്ഞില്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതങ്ങ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങ് എഴുതാൻ വേണ്ടി അങ്ങ് പറഞ്ഞു. അതങ്ങ് എഴുതി വെച്ചപ്പോ ഫസകന, കുലുങ്ങിയ അർശ് ശാന്തമായല്ലോ. ഏത് കുലുങ്ങുന്നതിനെയും ശാന്തമാക്കാൻ കഴിവുള്ളതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ദിക്ർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഖിറം രക്ഷപ്പെടാനാണ്, നമ്മുടെ പരലോകം രക്ഷപ്പെടാനാണ്. ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞു ഞാൻ എന്റെ ഇന്നത്തെ വാദം ചുരുക്കുന്നു. ഓ ഈമാനുള്ള ജനങ്ങളെ, നരകത്തെ വല്ലാതെ പേടിക്കേണ്ടതാണ്. ഈ വിഷയത്തിന്റെ ബാക്കി അടുത്ത വാദം മംഗലാപുരം ജോക്കട്ടയിലാണ്. ഈ സൂറത്തുൽ ഫുർഖാനിന്റെ
ബാക്കിയുള്ള ആയത്ത് വിശദീകരിച്ച് അവിടുന്ന് സംസാരിക്കും. ഇൻഷാ അല്ലാഹ് റബ്ബിന് തൗഫീഖ് ചെയ്യട്ടെ. നരകത്തെ വല്ലാതെ പേടിക്കണം. ഏത് നരകമാണ്? നേരത്തെ പറഞ്ഞില്ലേ, ധിക്കാരികൾക്ക് നാം അതാ നരകത്തെ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞില്ലേ? എന്നിട്ട് ആ നരകത്തെ കുറിച്ച് എന്താ പറയുന്നത്? ഇദാ റഅതുഹും മിൻ മകാനിൻ ബഈദിൻ സമിഉ ലഹാ തഗയ്യുലൻ വസഫീറാ. ആ നരകത്തിൽ നിന്ന് എത്രയോ ദൂരെ നിന്ന് കേട്ടാലും നരകത്തിന്റെ ഒച്ച കേൾക്കുന്നു കേട്ടോ. വല്ലാത്ത തിളക്കണ ഒച്ചയാണുള്ളത്. ആളുകൾ കത്തുമ്പോഴുള്ള തിളക്കമുണ്ടല്ലോ, ആ തിളച്ചത്തിന്റെ അതാ ശബ്ദമാണ് കേൾക്കുന്നത്. പോരാവ ഇദാ ഉൽഖൂ മിൻഹാ മകാനൻ ളയീഖൻ മുഖറനീന ദഹൗ ഉനാലിക സുബൂറാ. ആ നരകത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകൽ എങ്ങനെയാണ്? അതേ ചങ്ങലയിൽ കെട്ടിയിട്ടാണ് കേട്ടോ. ആ കാലുകൊണ്ട് കഴുത്തുവരെ ചങ്ങലയിൽ അങ്ങ് കെട്ടിയിട്ട് നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോ നരകത്തിൽ പോകുന്ന ആളുകൾ വിളിച്ചു പറയാറുണ്ട്, ദഅൗഹുനാലിക സുബൂറാ. നമുക്കെന്തൊരു നാശമാണല്ലോ, നമുക്കെന്തൊരു നാശമാണല്ലോ. ചങ്ങലയിൽ കെട്ടിയിട്ട് അധികാരികളെ നരകത്തിലോട്ട് കൊണ്ടുപോകുമ്പോ നാശമേ എന്നിങ്ങനെ വിളിച്ചു കൂകുമ്പോ മലക്കുകളോട് അല്ലാഹ് പറയാൻ പറയുകയാണ്, ലാ തദ്ഉൽ യൗമ സുബൂറൻ വാഹിദാ വദ്ഉ സുബൂറൻ കസീറാ. കേവലം ഒരു നാശമാണെന്ന് വിളിച്ച് പറയണ്ട. നിങ്ങൾക്കുള്ളത് കേവലം ഒരു നാശം മാത്രമല്ല, നിങ്ങൾ ധാരാളം നാശമുണ്ടെന്ന് വിളിച്ചു പറയൂ. കാരണം അത്രയും ധിക്കരിച്ച് നടന്നവരാണ് കേട്ടോ. അതുകൊണ്ടല്ലേ ഉബൈദ് ഇബ്നു ഉമൈർ തങ്ങൾ പറഞ്ഞില്ലേ, ആ നരകത്തിന്റെ ഒച്ചയങ്ങ് പരലോകത്തങ്ങ് കേൾക്കുമ്പോ എല്ലാ മലക്കും സുജൂദ് ചെയ്തു പോയി, എല്ലാ നബിമാരും സുജൂദ് ചെയ്തു പോയി, എല്ലാ മുർസലീങ്ങളും സുജൂദ് ചെയ്തു പോയി. എന്തിനേറെ പറയണം, ഹത്താ ഇന്ന ഖലീലല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ഹജ്ജാൽ ഖലീലുല്ലാഹ് തങ്ങൾ വീളി പോലെ ഹുക്മാലുടയവൻ കേൾപ്പിക്കുമെന്നു റിഫാഴി മാലയിലില്ലേ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് വിളിക്കാൻ പറഞ്ഞപ്പോ ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിച്ചപ്പോഴാണല്ലോ എല്ലാവരും ഹജ്ജിന് പോകുന്നത്, കഅബയുടെ അരികിൽ നിൽക്കുന്നത്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പോലും അതാ മുട്ടുകുത്തിയിരുന്നു പോയി. ഓ കരളിന്റെ കഷ്ണങ്ങളായ യുവാക്കളെ, വാല കേൾക്കുന്ന കാരണവന്മാരെ, മരക്കപ്പുറത്തിരുന്ന് വാല കേൾക്കുന്ന ഉമ്മമാരെ, വാല കേൾക്കുന്ന സഹോദരിമാരെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പോലും മഹ്ശറിൽ നരകത്തിന്റെ ഒച്ചയങ്ങ് കേട്ടപ്പോ പേടിച്ചുകൊണ്ട് മുട്ടുകുത്തിയിരുന്നു പോയി. എന്നാൽ നമ്മുടെ അവസ്ഥ എന്താണ്? നിങ്ങളുടെ അവസ്ഥ എന്താണ്? എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവോട് പറയാണ്, യാ റബ്ബി ലാ അസ്അലുക ഇല്ലാ നഫ്സി. ഓ എന്റെ റബ്ബേ, എന്റെ നഫ്സിനെ കുറിച്ചല്ലാതെ നിന്നോടൊന്നും പറയാനില്ല, എന്റെ ശരീരത്തെ കുറിച്ചല്ലാതെ നിന്നോടൊന്നും പറയാനില്ല. ആ
പരലോകത്തെയല്ലേ പേടിക്കേണ്ടത്, ആ മഹ്ശരിനെയല്ലേ പേടിക്കേണ്ടത്. എന്നിട്ട് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, നബിയേ ഖുൽ അദാലിക ഖൈറുൻ അം ജന്നത്തുൽ ഖുൽദില്ലതി ഉഇദൽ മുത്തഖൂൻ. ഈ നരകമാണോ അവർക്ക് ഖൈറ്, അതല്ല മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ട സ്വർഗമാണോ ഖൈറ്? പറയൂ നബിയേ. കാനത് ലഹും ജസാഅൻ വമസീറാ. ആ സ്വർഗം അവർക്കുള്ള വലിയ പ്രതിഫലമാണ് കേട്ടോ. ലഹും ഫീഹാ മാ യശാഊന ഖാലിദീൻ. അവരെന്തെല്ലാമാണോ തേടിക്കുന്നത് അതെല്ലാം അവർക്ക് സ്വർഗത്തിൽ ലഭ്യമാണ്. ശാശ്വതമായി സ്വർഗത്തിൽ കടക്കുകയാണ്, പിന്നെ പുറത്തേക്ക് വരാനില്ല. ആ സ്വർഗത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നരകത്തെ പേടിച്ചുകൊണ്ട് ജീവിക്കണേ. അതിനാണ് നമ്മുടെ വാല്. ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞ് ഇന്നത്തെ വാല് നിർത്തുന്നു. വിഷമമില്ലെങ്കിൽ ഒന്ന് എണീറ്റ് നിൽക്കുമോ? പുറത്തുള്ളവരെ കമ്പൗണ്ടിന്റെ അകത്തേക്ക് കയറി വരുമോ? ഞാൻ വാല് നിർത്തട്ടെ. ഖൽബ് റബ്ബിലേക്ക് തിരിക്കണം. യജമാനനായ റബ്ബിലേക്ക് ഖൽബ് തിരിക്കണം. നമ്മുടെ സദസ്സുകൾ അതിന് കാരണമാകണം. അതിന് എപ്പോഴും അല്ലാഹുവിനെ ഓർത്ത് കരയണം. കണ്ണ് ശരിക്കും നനയണം. ആ നനഞ്ഞ കണ്ണുനീരുണ്ടല്ലോ കവിൾത്തടത്തിലൂടെ ഇറ്റി വരണോ. എന്നിട്ട് അതങ്ങ് കൈകൊണ്ടങ്ങ് തടകിയിട്ട് അതേ അബ്ദുല്ലാ തങ്ങൾ മഹാനവരുകൾ ചെയ്തതുപോലെ കൈകൊണ്ട് മുഖം ഫുള്ളായി തടകണോ. ആഖിറം സമ്പാദിക്കാനാണ്. അല്ലേ ശൈഖ് ഹിജാസി റഹിമഹുല്ലാഹ് അവരെല്ലാം പേടിച്ചു പോയില്ലേ? ആഖിറത്തെ ഓർത്ത് പേടിച്ചില്ലേ? ഒരു നല്ലത് നല്ലതായി പൂർത്തിയാകുന്നത് എപ്പോഴാണ്? ഒരു നല്ലത് നല്ലതായി പൂർത്തിയാകുന്നത് എപ്പോഴാണ്? മഹാന്മാര് പറഞ്ഞില്ലേ, വെറുതെ ഒരു നല്ലത് നല്ലതാകൂല. ഒരു നല്ലത് നല്ലതായി പൂർത്തിയാകണമെങ്കിൽ 3 കാര്യം വേണം. ഒന്ന്, നീ ചെയ്ത നല്ലത് അത് നീ ചെറുതായി കാണണം. കുറെ ജമാഅത്തിന് വന്നിട്ടുണ്ടാകും, പക്ഷെ അത് പോരാ എന്ന് നീ കാണണം. കുറെ സുന്നത്ത് നിസ്കരിച്ചിട്ടുണ്ടാകും, എനിക്ക് അത്യാവശ്യം രക്ഷപ്പെടാനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് ചിന്തിക്കുന്നതിന് പകരം അത് എനിക്ക് മതിയായിട്ടില്ല, അതെനിക്ക് പോരാന്ന് ചിന്തിക്കണം. രണ്ടാമത്തത്, നീ ചെയ്യുന്ന നന്മകൾ കഴിവിന്റെ പരമാവധി ജനങ്ങൾ കാണാതിരിക്കണം, അത് നീയും നിന്റെ റബ്ബ് മാത്രം കാണണം. മൂന്നാമത്തത്, നിനക്കൊരു നല്ലത് ചെയ്യാൻ അവസരം കിട്ടിയാൽ വേഗം ചെയ്യാൻ നോക്കണം, അത് പിന്നേക്ക് നീട്ടിവെക്കരുത് കേട്ടോ, വേഗം ചെയ്യാൻ നോക്കണം. ഈ 3 സ്വഭാവം ഒരു നല്ലത് ചെയ്യുമ്പോൾ ഉണ്ടായാലേ ആ നല്ലത് നല്ലതായി പൂർത്തിയാവുകയുള്ളൂ. അങ്ങനെയാണ് മഹാന്മാര് നല്ലത് ചെയ്തത്, അങ്ങനെയാണ് മഹാന്മാര് നല്ലത് ചെയ്യാൻ ശ്രമിച്ചത്. ഇത് ഏത് മാസമാണ്? ജമാദിൽ ഊല മാസമാണ്. സുൽത്താനുൽ ആരിഫീൻ ശൈഖ് അഹ്മദ് അൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു മഹാനവരുകളെ വല്ലാതെ ഓർക്കുന്ന മാസമാണ്. ആ മഹാനവരുകളെ കുറിച്ചല്ലേ റിഫാഇ മാലയിൽ പറഞ്ഞത്, എന്നോട് ഒരുത്തര് ഫിരിഷം വെച്ചെങ്കിലോ ഏറ്റം ഫിരീഷം ഞാൻ വെക്കും അതെന്നോവർ. ഇവിടെ ഔലിയാക്കളെ മൗലിദ് നടക്കുന്നത് എന്തിനാണ്? സ്വാലിഹീങ്ങളെ മദ്ഹ് പറച്ചിൽ നടക്കുന്നത് എന്തിനാണ്? അത് അവരെ ഫിരീഷം വെക്കലാണ്, അവരെ സ്നേഹിക്കലാണ്. അവരെ സ്നേഹിച്ചാലോ റിഫായി ശൈഖ് തങ്ങൾ പറഞ്ഞില്ലേ, ഏറ്റം ഫിരീഷം ഞാൻ വെക്കും അതെന്നോവർ. നിങ്ങൾ കുറച്ച് ഇങ്ങോട്ട് ഫിരീഷം വെച്ചാ മതി, ഞാൻ
അപ്പുറം കൂടുതൽ പിരിശം വെക്കൂ. ആ ഔലിയാക്കളോടൊരു ചെറിയ സ്നേഹം കാണിച്ചാൽ അവരിങ്ങോട്ട് ധാരാളം സ്നേഹം കാണിക്കൂ. എന്നിട്ടോ അവരുടെ മുരീദുമാരായാൽ, അവരുടെ മുരീദ് എന്ന് പറഞ്ഞാലോ അവരെ കാണിച്ചു തന്ന വഴിയിൽ സഞ്ചരിക്കുക, അവരെ ചൊല്ലിയ ദിക്റുകൾ പതിവാക്കുക, അവരെ ചൊല്ലിയ റാത്തീബകൾ പതിവാക്കുക, അവർ പൊരുത്തപ്പെട്ട വിധത്തിൽ ജീവിക്കുക, ഇസ്ലാമിന്റെ ദീനിന്റെ നിയമങ്ങൾ ജീവിതത്തിൽ പകർത്തുക, ഒരു ഹറാമും ഹലാലായി കാണാൻ അനുവദിക്കാതിരിക്കുക. ആ രൂപത്തിൽ മുരീദായി ജീവിച്ചാലോ കിട്ടാൻ പോകുന്ന നേട്ടം എന്താണ്? അതല്ലേ റിഫാഴി മാലയിൽ പറഞ്ഞത്, എന്റെ മുരീദിന് തൗബാബാശങ്ങുവാൻ എപ്പോഴും അല്ലാട് തേടും ഞാനെന്നോവർ. അതെ, എന്റെ മുരീദുമാർക്ക് തൗബക്ക് അവസരം കിട്ടാൻ അല്ലാഹുവോട് ഞാൻ ദുആ ചെയ്യൂ. അവരെ തൗബ ചെയ്യാതെ മരിക്കൂല. ഈ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോ എന്റെ ലക്ഷ്യം അതാ ഇരിക്കണോ, നിങ്ങളുടെ ലക്ഷ്യം അതാ ഇരിക്കണോ. ഓ ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങളുടെയും ലക്ഷ്യം അതാ ഇരിക്കണോ. മരിക്കുന്നതിന് തൊട്ടു മുമ്പൊരു തൗബക്ക് അവസരം കിട്ടണോ. തൗബ ചെയ്താലോ പിന്നെ കലിമയങ്ങ് ചൊല്ലിയിട്ട് മരിക്കണോ. പിന്നെ ഒരു ഹറാമ് കാണാൻ അവസരമുണ്ടാകരുത്, ഹറാമ് ചിന്തിക്കാൻ അവസരമുണ്ടാകരുത്, ഹറാമ് കേൾക്കാൻ അവസരമുണ്ടാകരുത്. ശൈഖ് ഹിജാസി റഹിമഹുല്ലാഹ് രാത്രി മഹാനവരുകളെ ഉറങ്ങാൻ വിടൂല. ഒരു ചിന്ത മഹാനവരുകളെ ഉറങ്ങാൻ വിടൂല. ഏതാണ് ചിന്ത? പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്താണത്. കിടന്നുറങ്ങാൻ നോക്കുമ്പോ ആ ആയത്ത് ഖൽബിലങ്ങ് വീണ്ടും വരും, മഹാനവരുകളങ്ങ് ഉണരൂ. ഏതാണ് ആയത്ത്? വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർളു. ഈമാനുള്ള ജനങ്ങളോട് അല്ലാഹ് പറഞ്ഞ ആയത്താണത്. ഓ ഈമാനുള്ള ജനങ്ങളെ, നിങ്ങൾ സ്വർഗത്തിലേക്ക് വേഗം വരൂ, സ്വർഗത്തിലേക്ക് വേഗം വരൂ. നിങ്ങൾ മാറി നിൽക്കണ്ട, പിറകോട്ട് പോകണ്ട, വേഗം സ്വർഗത്തിലേക്ക് വരൂ. ഏത് സ്വർഗമാണെന്നറിയുമോ? അർളുഹസ് സമാവാതു വൽ അർളു. ആ സ്വർഗത്തിന്റെ വീതിയോ ആകാശങ്ങളുടെ വീതിയാണ്, ഭൂമികളുടെ വീതിയാണ്. ആ സ്വർഗത്തിലേക്ക് നിങ്ങളൊന്ന് വരൂ എന്ന ഖുർആനിന്റെ ആയത്ത് ആലു ഇമ്രാനിലെ 133-ാമത്തെ ആയത്ത്. ഓ ഉമ്മമാരെ, രാത്രി കിടന്നുറങ്ങാൻ പോകുമ്പോ വുളൂഎടുത്ത് പരിശുദ്ധ ഖുർആൻ മുസ്ഹഫ് അങ്ങ് തുറന്നിട്ട് ആലു ഇമ്രാൻ സൂറത്തൊന്ന് മറിച്ചു നോക്കൂ. ആലു ഇമ്രാൻ സൂറത്തിലെ 133-ാമത്തെ നമ്പർ ആയത്തിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്കൂ. ആ ആയത്തിന്റെ ഒരു ഭാഗമാണ് ജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർളു. അതേ, നിങ്ങളൊരു സ്വർഗത്തിലേക്ക് വേഗം വരൂ. ആ സ്വർഗത്തിന്റെ വീതി ആകാശങ്ങളാണ്, ഭൂമികളുടെ അത്രയും വീതിയാണ്, വിശാലമാണ്. ആകാശങ്ങളുടെ അത്രയും വിശാലമാണ്. ഇതിങ്ങനെ രാത്രി മഹാനവരുകൾ ആവർത്തിച്ചങ്ങ് പാരായണം ചെയ്തിട്ട് വയബകീ, ആ സ്വർഗത്തെ ഓർത്ത് ശൈഖ് ഹിജാസി റഹിമഹുല്ലാഹ് മഹാനവരുകൾ വല്ലാതെ അങ്ങ് കരയുമ്പോ അടുത്തുള്ള ആളുകൾ വന്നിട്ട് ചോദിക്കും, ലഖദ് അബ്കത്ക ആയത്തുൻ മാ യബ്കി ഇൻദ മിസ്ലൈഹാ. അല്ല ശൈഖ് ഹിജാസി തങ്ങളെ, ഈ ആലു ഇമ്രാൻ സൂറത്തിലെ 133-ാം നമ്പർ ആയത്തങ്ങ് ഓതുമ്പോ നിങ്ങൾ വല്ലാതെ കരയുന്നുണ്ടല്ലോ. പരിശുദ്ധ ഖുർആനിലെ മറ്റൊരായത്തോതുമ്പോ ഇതുപോലെ കരയുന്നത് കണ്ടിട്ടില്ലല്ലോ. വല്ലാത്ത കരച്ചിലാണല്ലോ. എന്താണ് കാരണമെന്ന് ചോദിക്കുമ്പോ ശൈഖ് ഹിജാസി തങ്ങളെ മറുപടി എന്താണ്? വമാ യൻഫഉനി അർളുഹാ ഇദാ ലം യകുൻ ലീ ഫീഹാ മൗലിഉ ഖദമി.
അല്ല, സ്വർഗത്തിന് ആകാശത്തിന്റെ വിശാലതയുണ്ടെന്നല്ലേ പറഞ്ഞത്? ഭൂമികളുടെ വിശാലതയുണ്ടെന്നല്ലേ പറഞ്ഞത്? ആ സ്വർഗത്തിൽ എന്റെ ഒരു കാല് വെക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടില്ലെങ്കിൽ, മഹാന്മാര് ചിന്തിച്ചത് നോക്കൂ നിങ്ങൾ. എന്റെ രണ്ട് കാല് സ്വർഗത്തിൽ വെക്കുന്നത് പോകട്ടെ, എന്റെ ഒരു കാല് സ്വർഗത്തിൽ വെക്കാൻ, എന്റെ ഒരു കാലുകൊണ്ട് സ്വർഗത്തിൽ കുത്താൻ എനിക്ക് അവസരം കിട്ടിയിട്ടില്ലെങ്കിലോ, ആ സ്വർഗത്തിന് അത്രയും വിശാലതയുണ്ടായിട്ട് എനിക്ക് വല്ല കാര്യവുമുണ്ടോ? കൂട്ടുകാരെ, എന്ന് ചിന്തിച്ച് രാത്രി മുഴുവനും കരഞ്ഞുകൊണ്ട് ആയുസ് തീർത്ത് കളഞ്ഞ ശൈഖ് ഇജാസി തങ്ങളെവിടെ? ഈ വാദ് പറയുന്ന ഞാനെവിടെ? എന്റെ വാദ് കേൾക്കുന്ന നിങ്ങളെവിടെ? അതുകൊണ്ട് ഇത്തരത്തിലുള്ള സദസ്സ് നമ്മുടെ ഖൽബ് പ്രകാശിക്കാൻ കാരണമാകണോ, നമ്മുടെ ആഖിറം നന്നാകാൻ കാരണമാകണോ, ദുനിയാവിന്റെ ചിന്തകൾ കുറഞ്ഞു കിട്ടാൻ കാരണമാകണോ, ആഖിറത്തിന്റെ ആലോചന അധികരിക്കാൻ കാരണമാകണോ? ഇത് നിങ്ങളോട് വാദ് പറഞ്ഞു ഉപദേശിക്കാൻ ഈ പാവപ്പെട്ട മുതല്ലിമായ എനിക്ക് അർഹതയില്ല. ഒരാളെയും നന്നാക്കി എടുക്കണമെന്ന് കരുതിയിട്ട് ഇന്ന് വരെ വാദ് പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാനങ്ങ് വാദ് പറയുമ്പോ എനിക്കൊന്ന് നന്നാകാൻ കഴിയുമല്ലോ എന്നാലോചിച്ചിട്ടാണ് ഞാനിത് പറഞ്ഞത്. ഞാൻ എന്റെ അമ്മാറത്തായ നഫ്സിനോട് നിങ്ങളോട് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ ഇന്നത്തെ പട്ടിപ്പദവിയില് മജ്ലിസുൽ ദാകിരീൻ ക്യാമ്പസിലെ എന്റെ ഇന്നത്തെ വാദ് തൽക്കാലം അങ്ങ് നിർത്തുന്നു. അർഹമുർ റഹീമീനായ അല്ലാഹ്, സാധുക്കളായ ഞങ്ങളെ സദസ്സ് നീ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണം റഹ്മാനേ. ഞങ്ങളെ ഖൽബ് പ്രകാശിപ്പിക്കണം റഹ്മാനേ. ഞങ്ങളെ ആഖിറം രക്ഷപ്പെടുത്തണം റഹ്മാനേ. ഞങ്ങളെ ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാനേ. ആരാരുമില്ലാത്ത ഖബറിൽ ഒറ്റയ്ക്ക് പോയി കിടക്കുമ്പോൾ നീ അല്ലാത്ത ഒരു തുണയില്ല റഹ്മാനേ. ഇവിടുന്ന് ഞങ്ങൾ മഹബത്ത് വെച്ച ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ഇൽമിന്റെ സദസ്സ്, അതെല്ലാം നമ്മുടെ ഖബറിൽ ഞങ്ങൾക്കൊരു തുണയായി നീ ഞങ്ങളെ കൺമുന്നിൽ എത്തിച്ചു തരണം റഹ്മാനേ. അതിന് ഈ സദസ്സ് ഉൾപ്പെടെ ഞങ്ങളെ ജീവിതകാലത്ത് ഏതെല്ലാം സദസ്സുകളിൽ കൂടിയിട്ടുണ്ടോ അതെല്ലാം നീ ഒരു കാരണമായി ഞങ്ങളിൽ നിന്ന് ഖബൂൽ ചെയ്യണം റഹ്മാനേ എന്ന് ദുആ ചെയ്ത്